സോ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ HSSC എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനൽ ലാപ്പാണ്. ഫൈനൽ റിവിഷൻ റൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. എക്സാമിനേഷൻ ഇങ്ങ് അടുത്ത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും വിലയിരുത്തേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. എക്സാമിനേഷന് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ. 30 മാർക്കിന് ജനറൽ പേപ്പറിനാണ്. അതേ സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് 70ഓളം മാർക്ക് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റാവുന്നത് ഫൈനൽ റിവിഷന്റെ ഭാഗമായിട്ട് വി ആർ ഗോയിങ് ടു ഹാവ് പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുകയും ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മിക്സ് ഓഫ് മെത്തേഡാണ്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ക്വസ്റ്റ്യൻസിലൂടെ ചില പ്രധാനപ്പെട്ട ടോപ്പിക്സും ചില അപ്രോച്ചുകളും ഫൈനലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ ലൈവ് സെഷനിലോട്ട് നിങ്ങൾ എന്തായാലും വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ഈ ഒരു ലൈവിന്റെ വീഡിയോ, ലൈവ് പ്രീമിയറിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരോടും ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഫൈനലി എക്സാമിനേഷന്റെ ഒരു 4 to 5 ഡേയ്സ് മുന്നേ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ സെഷനിൽ മുഴുവൻ നിങ്ങൾ ഇരുന്നിട്ട് കൃത്യമായിട്ട് അത് പഠിക്കുക. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലൈവ് പ്രീമിയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ററാക്ഷൻ പോസിബിൾ ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ ഞാൻ ചോദിക്കും. ഒഫീഷ്യലി 20 ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ക്വസ്റ്റ്യൻസും അതുമായി ലിങ്ക് ചെയ്യുന്ന മെത്തേഡുകളും ഒക്കെ ഞാൻ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക. എന്താണത്? കൃത്യമായിട്ടുള്ള ഇന്ററാക്ഷൻ തരിക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫൈനൽ റിവിഷൻ ആണ്. ഇതുവരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തുമായി കൊള്ളട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് വറീഡ് ആക്കണ്ട. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളും പോയിന്റുകളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു സെഷനാക്കി മാറ്റുക. എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനും അതിന്റെ നോട്ട്സും ഫൈനലി നിങ്ങൾക്ക് എങ്ങനെ അവൈലബിൾ ആകും എന്നുള്ളതിനെ കുറിച്ച് പറയുകയും ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും: ഹിസ്റ്റോറിയോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കേരള ഹിസ്റ്ററി. അങ്ങനെ ടോട്ടലി ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 20 ക്വസ്റ്റ്യൻസ് ഡിസ്കഷന് വിധേയമാക്കുന്നുള്ളൂ. കാരണം നമുക്കുള്ള ലിമിറ്റേഷനും ടൈമിൽ ലിമിറ്റേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സും പോയിന്റ്സും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ, അതിന്റെ കറസ്പോണ്ടിങ് കോണ്ടന്റ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഒരു 10 മാർക്സ് എങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ ഡിസ്കഷൻ ആരംഭിക്കുന്നത് ക്വസ്റ്റ്യൻസിലൂടെയാണ്. സോ അങ്ങനെ നിങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്ന് വായിക്കുക, പെട്ടെന്ന് കമന്റ് ചെയ്യുക. ദ റൈറ്റിംഗ്സ് ഓഫ് സൈമൺ ഡി ബേവർ ഹെൽപ്ഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ ഫണ്ടമെന്റൽസ് ഓഫ് ഡാഷ് എന്നുള്ള 4 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഹിസ്റ്റോറിയോഗ്രാഫി അറിഞ്ഞിരിക്കേണ്ട ആൾക്കാർ നിർബന്ധമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. യു ഹാവ് 4 ഓപ്ഷൻസ് ABCD. നിങ്ങൾ ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് ഏതാണ് കറസ്പോണ്ടിങ് ആൻസർ വരുന്നത് ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. പെട്ടെന്ന് കമന്റ് ചെയ്യും. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നതാണ്, നമ്മൾ ഒരു പേര് പഠിക്കുമ്പോൾ അത് എന്തുമായി ബന്ധപ്പെട്ടാണ്, ഏതാണ് സ്കൂള്, അവരുടെ വർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി ഡിസ്കസ് ചെയ്തപ്പോൾ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ റൈറ്റിംഗ്സ് ഓഫ് സൈമൺ ഡി വീവർ എന്ന് പറയുന്നത് എന്തിന്റെ ഫണ്ടമെന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് സഹായിച്ചിട്ടുള്ളത്. എല്ലാവരും കമന്റ് ചെയ്യും കേട്ടോ. ലൈവ് ചാറ്റ് ഉപയോഗിച്ചിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് നമ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്യുക. ഓപ്ഷൻസ് തന്നിരിക്കുന്നുണ്ടോ? സെക്യുലറിസം, ഫെമിനിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് സിംപിളി ഒഴിവാക്കാം. സെക്യുലറിസം എന്ന് പറയുന്ന ഒരു ആശയവും വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ സോഷ്യലിസവും ഫെമിനിസവും ഉണ്ട്. എന്തായാലും ഇതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്താ വരിക? യെസ്, സം ഓഫ് യു മെയ്ഡ് ഇറ്റ് കറക്റ്റ്.
ചില ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഔട്ട് ഓഫ് 20 നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത്. അത് ഒന്നാണെങ്കിൽ പോലും 1 ഔട്ട് ഓഫ് 20 എന്ന് നിങ്ങൾ എഴുതി വെച്ചോ, 20 ഔട്ട് ഓഫ് 20 എന്ന് നിങ്ങൾ എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് എഴുതി വെക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ നിങ്ങൾ ഫുള്ള് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഫുള്ള് ഇരുന്ന് കാണുക, ഫുള്ള് ഇരുന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഫെമിനിസം. ഫെമിനിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് സൈമൺ ഡി ബോയിവർ എന്ന് പറയുന്ന വ്യക്തി. ഫ്രഞ്ചുകാരിയാണ്, ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന വർക്ക്. അതായത് സ്ത്രീ, ഫസ്റ്റ് സെക്സ് മെയിലായിട്ടും സെക്കൻഡ് സെക്സ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിൽ നമ്മളുടെ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു 30 മിനിറ്റിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതിലുണ്ട് ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി, ജെൻഡർ സ്റ്റഡീസ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളേഴ്സ്, അവരുടെ വർക്കുകൾ. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ ഒന്നതാണ്. അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഒന്ന് കാണുക. കണ്ടിട്ടും അത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. അങ്ങനെ അടുത്ത ഒരു 3 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും പോയിട്ട് പുതിയ കോണ്ടന്റ് എടുത്ത് വായിക്കാൻ നിൽക്കരുത്. റിവിഷന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലൈവ് ഡിസ്കഷൻ നടത്തുന്നത്. ഹോപ്പ് ദ ഡിസ്കഷൻ ഈസ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. 4 ഓപ്ഷൻ ഉണ്ട്. ഗായ്സ് 10 സെക്കൻഡ്സ് കൊണ്ട് പെട്ടെന്നൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. യു ഹാവ് 10 സെക്കൻഡ്സ് ഓൺലി. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദ അനാലിസിസ് സ്കൂൾ വാസ് സ്റ്റാർട്ടഡ് ബൈ ഡാഷ് ഹിസ്റ്റോറിയൻസ്. ഏത് നാട്ടുകാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? അനാലിസിസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആരാണ്? ഫ്രഞ്ച് ഹിസ്റ്റോറിയൻസ് ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ഡിസ്കസ് ചെയ്തതാണ് അനാലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ. 5 ആൾക്കാരെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അവരുടെ വർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അവരുടെ ഐഡിയോളജി ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ട് കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ക്ലാസ് നോട്ടാണ്, അതുകൊണ്ട് ക്ലാസ് ഗ്രൂപ്പിൽ മാത്രമായിട്ടായിരിക്കും ഈ നോട്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനത്തെ ആൾക്കാർ പഠിക്കുക. അതിൽ അനാലിസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോണ്ടോ, ഫ്രാൻസ്, ഞാനിവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഏത് രാജ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തിനാണ്, മുമ്പുണ്ടായിരുന്ന ട്രഡീഷണൽ ഹിസ്റ്റോറിയോഗ്രഫി ഫുള്ള് പൊളിറ്റിക്കൽ ആയപ്പോൾ ഇവരെന്ത് ചെയ്തു, എക്കണോമിക് ആൻഡ് സോഷ്യലോട്ട് ഫോക്കസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ അനാൽസ് എന്നുള്ള ഷോർട്ട് നെയിം ആണെങ്കിലും അതിന്റെ ഫുൾ പേരെന്താണ്, അനാൽസ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ 929 ഫസ്റ്റ് ട്രെൻഡിൽ ആരാ വരുന്നത്? മാർക്ക് ബ്ലോക്കും ലൂസിയും ഫേബറും ആ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതുമായി ലിങ്ക് ചെയ്യുന്ന ഒരു ചോദ്യം. എല്ലാവരും ഇതിന് ആൻസർ ചെയ്യണേ. ലോങ് ഡ്യൂറേ എന്ന് പറയുന്ന അനാൾസ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അനാൾസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയെ പറ്റിയുള്ള സ്കോളറിന്റെ പേരെന്ത്? കോമന്റ് ചെയ്യും. എല്ലാവരും കമന്റ് ചെയ്യണം, കാരണം ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന ടോപ്പിക്കാണ്. അനാലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഫസ്റ്റ് ട്രെൻഡ് ഇവർ രണ്ടുപേരുമാണ്. സെക്കൻഡ് ട്രെൻഡിലാണ് ആ വ്യക്തി വരുന്നത്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആണ് ലോങ് ഡ്യൂറേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അത് ആരാണ്? പെട്ടെന്ന് കോമന്റ് ചെയ്യും. കമന്റ് ചെയ്യണം കേട്ടോ, കമന്റ് ചെയ്യാതിരിക്കരുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റിവിഷൻ ക്ലാസ് ആസ് വെൽ ആസ് ഫൈനൽ ലാപ്പായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫൈനൽ റിവിഷൻ ആണ്. അപ്പോൾ ഫൈനൽ റിവിഷനിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാ?
നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഔട്ട് ഓഫ് 20 ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് ഒഫീഷ്യലി ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും, അല്ലാതെയും ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിച്ചതുപോലെ ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് കറക്റ്റ് ആണ്, നിങ്ങളുടെ പഠനം വിജയകരമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. വാട്ട്സ് ആൻസർ? സം ഓഫ് ദി സ്റ്റുഡൻസ് കോമൻസ്. ഉത്തരം എന്താണ്? ഫെർണാൻഡ് ബ്രോഡലാണ് ആൻസർ വരുന്നത് കേട്ടോ. ഫെർണാൻഡ് ബ്രോഡലാണ് ആൻസർ വരുന്നത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സോ മൂവിങ് ഫോർവേഡ്, 2 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, ബട്ട് ട്രൈ ടു ആൻസർ. ജോർജ് ഹെഗൽ എന്ന് പറയുന്ന ഒരു സ്കോളർ ഉണ്ടായിരുന്നു. ഹിസ് മെത്തേഡ് ഓഫ് അനാലിസിസ് വാസ് ബേസ്ഡ് ഓൺ ദ ഓപ്പോസിറ്റ്സ് ഈസ് നോൺ ആസ്. ഓപ്പോസിറ്റുകൾ തമ്മിലുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് 2 എണ്ണം, ഇതൊന്ന് അങ്ങനെ 2 എണ്ണത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് അനാലിസിസിന് വിളിക്കുന്ന, ജോർജ് ഹെഗലിന്റെ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്ത്? ടെക്നിക്കലി ടെർമിനോളജി വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റർ ഗൈസ്, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ, കാരണം നിങ്ങളുടെ മുമ്പിൽ 4 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ലേറ്റ് ആക്കാൻ പാടില്ല. ഓക്കെ, എന്താണ് ഉത്തരം വരുന്നത്? സം ഓഫ് ദി സ്റ്റുഡൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തീസിസ് ആവില്ലല്ലോ മക്കളെ, കാരണം ഇവിടെ എന്താ? ബേസ്ഡ് ഓൺ ഓപ്പോസിറ്റ്, അനാലിസിസ് ബേസ്ഡ് ഓൺ ഓപ്പോസിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓപ്പോസിറ്റുകളെ നമ്മൾ തീസിസ് എന്ന് വിളിക്കും. ഇല്ല, തീസിസ് അല്ല. തീസിസിനെതിരായിട്ടുള്ള ആന്റി തീസിസോ ഇതുമല്ല. കാരണം തീസിസ് പറഞ്ഞാൽ എന്താ? സംതിങ് ആർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ പോരെ. പിന്നെ സിന്തസിസ് ഉണ്ട്, ഡയലക്റ്റിക്സ് ഉണ്ട്. ഇതിലേതാ വരാൻ ചാൻസ് ഉള്ളത്? നിങ്ങൾ കമന്റ് ചെയ്ത പോലെ ഓപ്ഷൻ ബി ഡയലക്റ്റിക്സ് ആയിരിക്കും ആൻസറിൽ വരുന്നത്, അല്ലെ? അപ്പൊ ഡയലക്റ്റിക്സ് ആണ്. അപ്പൊ നമുക്ക് ജോർജ് ഹെഗൽ ആരാണ്, എന്താണ് ഡയലക്റ്റിക്സ്, ഇതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ പഠിച്ചു പോകാം. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫൈനൽ ലാപ്പില് ഒരു റിവിഷൻ ക്ലാസ് കൂടിയാണെന്നുള്ളത്. കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ഇതാണ് ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗൽ എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫർ. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി. 18-19 നൂറ്റാണ്ട് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്, നെപ്പോളിയന്റെ വാർ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ശേഷമാണ് ആര് വരുന്നത്? കാറൽ മാർക്സ് ഒക്കെ വരുന്നത്. ഓക്കെ, ഈസ് ജർമാനിക് ടേം, ദാറ്റ്സ് വൈ കാറൽ മാർക്സ്. കാൾ മാർക്സ് എന്നുള്ള മലയാളത്തിൽ പറഞ്ഞിട്ട് അതിന്റെ പ്യൂരിറ്റി പോക്കേണ്ട ജർമ്മൻ ടേം ആണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഒന്ന് അറിഞ്ഞിരുന്നോ? ദ ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ്. ഇതൊന്ന് എഴുതി വെച്ച്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ചോദിക്കും. ദ സയൻസ് ഓഫ് ലോജിക്, എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫിക്കൽ സയൻസ്. ഈ 3 വർക്കുകളൊന്ന് പെട്ടെന്ന് എഴുതി വെച്ച ഗൈസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ വർക്കുകളായിരിക്കും. ഞാൻ അത്യാവശ്യം ബുക്കുകളും വർക്കുകളും സ്കൂളുകളും അതിന്റെ ഹിസ്റ്റോറിയൻസും വർക്കുകളും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഹെഗലിന്റെ ഫിലോസഫിയാണ് ഡയലക്റ്റിക്സ്. അതാണ് പിന്നീട് കാറൽ മാർക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഐഡിയലിസം ആയിരുന്നു. ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു അബ്സല്യൂട്ടിസം ആയിരുന്നു ഇദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട, ബട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ റൈറ്റിംഗ് ദിസ് വൺ. ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗൽ എന്ന് പറയുന്ന ഹെഗൽ 19ാം നൂറ്റാണ്ടില് ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇതൊന്ന് പെട്ടെന്ന് എഴുതി വെക്കൂ, പെട്ടെന്ന് 3 എണ്ണം. ദ ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ്, ദ സയൻസ് ഓഫ് ലോജിക്, ആസ് വെൽ ആസ് എൻസൈക്ലോപീഡിയ ഓഫ് ദ ഫിലോസഫിക്കൽ സയൻസസ്. ഈ 3 വർക്കുകൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുക. എഴുതിയോ? ഫൈൻ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ജസ്റ്റ് ലിസൺ. നമ്മൾ ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് പറയാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ത്?
ഡയലറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഡയലറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡയലറ്റിക്കൽ രണ്ടെണ്ണം ഉണ്ടെന്നാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഇറ്റ് റെഫേഴ്സ് ഒറിജിനൽ ടു ഡയലോഗ് ബിറ്റ്വീൻ പീപ്പിൾ ഹോൾഡിംഗ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് വ്യൂ അബൌട്ട് എ സബ്ജക്ട് ബട്ട് വിഷിംഗ് ടു അറൈവ് അറ്റ് ദ ട്രൂത്ത് ത്രൂ റീസൺഡ് ആർഗ്യുമെന്റേഷൻ. നമ്മൾ രണ്ട് പേര് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുക എന്ന് വിചാരിക്കുക. അവര് കൃത്യമായിട്ട് ആ ഒരു വിഷയത്തെ കുറിച്ച് അഭിസംബോധന പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇല്ല എങ്കിൽ വളരെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയാറുണ്ട്. എന്തിന്? വിശ്വാസയോഗ്യമല്ലാത്ത ചില ഇൻഫോർമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയ എന്ന രീതിയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെയല്ല, പക്ഷേ റീസണുകളും ഫാക്റ്റുകളും ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ട് ഞാനൊരു പോയിന്റ് പറയുന്നു, നിങ്ങളൊരു പോയിന്റ് പറയുന്നു, അങ്ങനെ നമുക്ക് അതിൽ നിന്നും ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബയാസ് ഇല്ലാത്ത, നമ്മുടെ ഇമോഷൻസ് എഫക്ട് ചെയ്യാത്ത രൂപത്തിൽ പറയുകയാണോ, അതിനെ വിളിക്കുന്ന പേരാണ് ഡയലറ്റിക്കൽ മെത്തേഡ് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് എ ഡിബേറ്റ്. ഇതൊരു ഡിബേറ്റ് ആണ്. പക്ഷെ അറിഞ്ഞിരിക്കുക, ഇതിൽ സബ്ജക്റ്റീവ് എലമെന്റ്സും ഉണ്ടാവില്ല. അതായത് പക്ക ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫാക്റ്റുകളും ഡാറ്റയും സ്റ്റാറ്റ്സും പോയിന്റുകളും വാലിഡേറ്റ് ചെയ്തിട്ടുള്ള, വെരിഫൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഇമോഷണൽ അപ്പീലോ റെറ്റോറിക്കോ അല്ലെങ്കിൽ വെറുതെ തള്ള് ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് ഒരു വിഷയത്തെ കുറിച്ച് ഒരാൾ അഭിപ്രായം പറയുന്നു, മറ്റൊരാൾ അഭിപ്രായം പറയുന്നു. അപ്പൊ രണ്ടുപേരും പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്താണോ അതിനാണ് ഡയലറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ആ കോൺസെപ്റ്റ്. ഇതാണ് ഹെഗലിന്റെ പ്രധാനപ്പെട്ട വാദം. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പോയിന്റ് ഓഫ് ഡെറിവേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലോട്ട് എത്തേണ്ടതെന്നുള്ളതാണ് ഹെഗൽ പറഞ്ഞിരിക്കുന്ന ഡയലറ്റിക്കൽ മെത്തേഡ്. അവിടെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഹെഗലിന്റെ ഡയലറ്റിക്കൽ മെത്തേഡാണ് പിൽക്കാലഘട്ടത്തിൽ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് ആര് അഡ്വാൻസ് ചെയ്യുന്നത്? കാറൽ മാർക്സും ഫ്രെഡറിക് കെയ്ൻസിലും ഒക്കെ അഡ്വാൻസ് ചെയ്യുന്നത്. അത് ഹിസ്റ്റോറിക്കൽ തിയറിയിൽ അപ്ലൈ ചെയ്തു, എന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട് അല്ലെ, കാറൽ മാർക്സിന്റെ ഒക്കെ. ഇത് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമോൺ. നിങ്ങൾക്ക് ഡിസ്കഷന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു തന്നോളൂ. മേക്ക് ഇറ്റ് റൈറ്റ് നൗ. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പലരും പല വർഷങ്ങളും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എഴുതാതിരിക്കരുത്. വാട്ട് യു ഫീൽ, ഞാൻ പറഞ്ഞു ഏകദേശം ഒരു റേഞ്ച് ഓഫ് പീരീഡ് നിങ്ങളുടെ മനസ്സിലോട്ട് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നല്ലതാ. ഓപ്ഷൻസ് തരാത്തതുകൊണ്ടല്ലേ. ഓക്കെ, ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വർക്ക് 3 വോളിയം ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇത് പഠിച്ചു വെച്ചോ. ആദ്യമായിട്ട് പബ്ലിക്കേഷൻ വരുന്നത് 1867 പിന്നീട് 1885, പിന്നീട് 1894 എന്ന് പറയുന്ന ഒരു വർഷം. അങ്ങനെ ഒരു പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 3 വോളിയം വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു വർക്ക്. അതുകൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇത് വരുന്നത് 1848 കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ 2 പോയിന്റുകൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. പോയിന്റുകൾ ക്ലിയർ അല്ലേ? യെസ് ഓർ നോ, ഗീവ് മി എ റെസ്പോൺസ് ഫ്രം യുവർ സൈഡ്. ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോവാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. ഫ്രെഡറിക് ഏഞ്ചലിന്റെ കൂടെ ഇരുന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് എഴുതുന്ന, ഒരുമിച്ച് ചെയ്ത് പറഞ്ഞാൽ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസ് ആ വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഫൈൻ.
ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഗിവ് മീ വൺ ഓക്കെ. ചാറ്റിൽ നിങ്ങളൊന്ന് ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയൂ, സോ ദാറ്റ് വി ക്യാൻ പ്രൊസീഡ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ റോട്ട് ദ ബുക്ക് ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ്? ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആസ്പിറൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാനും തെറ്റിക്കാനും പോകുന്ന ഒരു ഏരിയ ആണ് ഹിസ്റ്റോറിയോഗ്രാഫിയിലെ സ്കോളേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ടോപ്പിക്സും പഠിക്കുന്ന ടോപ്പിക്കിലെ ആൾക്കാരും ഒക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം. ഇനി മറ്റൊരു ലേണിങ്ങിലോട്ട് പോയി ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ തന്നെ മാക്സിമം പഠിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. Who wrote the book Discourse on the Method? You have 4 options: Michael Foucault, René Descartes, Karl Marx, Voltaire. വോൾട്ടയറും മോണ്ടസ്ക്യും ഇതൊക്കെ നമ്മൾ ഒക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ്. ഉത്തരം വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, റെനെ ഡെസ്കാർട്ട് ആണ്. ഈ റെനെ ഡെസ്കാർട്ടസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വർക്കാണ് ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ് എന്ന് പറയുന്നത്. സംതിങ് ഇമ്പോർട്ടൻറ്റ്. കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഐഡിയോളജി പഠിപ്പിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. യൂസ് ഓഫ് റീസൺ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞു 17-ാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫ്രാൻസുകാരനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡച്ചിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റാഷണലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫിലോസഫിയാണ് കാർട്ടീസിയനിസം എന്ന് പറയുന്നത്. അപ്പൊ ആന്റി കാർട്ടീസിയൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വീക്കോയെ പഠിച്ചു. ഫിലോസഫി ഓഫ് റീസൺ ആണ് കാർട്ടീസിയനിസം എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? റെനെ ഡെസ്കാർട്ടസ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ റാഷണലിസം, ഡുവലിസം ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു. ലിമിറ്റേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോയിന്റുകളാണ്. ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തേക്കണം എന്നുള്ളതുകൊണ്ടാണ്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിക്കേ. ഈ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ റോട്ട് ദ ബുക്ക് എൻടൈറ്റിൽഡ് ആർക്കിയോളജി ഓഫ് നോളജ്? ആർക്കിയോളജി ഓഫ് നോളജ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? ഇത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ്. അത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർക്ക് പഠിച്ചു വെക്കണം. സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാറൽ മാർക്സ്, മൈക്കൽ ഫൂക്കോ, ലൂസിയം ഫെബർ, വോൾട്ടയർ. അപ്പൊ വോൾട്ടയർ റിപ്പീറ്റഡ്ലി ഓപ്ഷനിൽ വരുമ്പോൾ വോൾട്ടയറിന്റെ ബുക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിവൺ ഇതിന്റെ ആൻസർ ആദ്യം ചെയ്തു, എന്നിട്ട് നമുക്ക് വോൾട്ടയറിന്റെ ബുക്ക് എന്താന്നുള്ളത് കമന്റ് ചെയ്യിപ്പിക്കാം. ഹൂ റോട്ട് ദ ബുക്ക് എൻടൈറ്റിൽഡ് ആർക്കിയോളജി ഓഫ് നോളജ്? ആർക്കിയോളജി ഓഫ് നോളജ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം ക്ലാസ് റൂമിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വളരെ വൃത്തിക്ക് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഉത്തരം വരുന്നത്? മൈക്കൽ ഫൂക്കോ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ത്? പോസിറ്റിവിസം, പോസ്റ്റ് മോഡേണിസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫൂക്കോയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അത് അവിടെ കൊടുത്തിരിക്കുന്നത്.
20-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഫ്രാൻസുകാരനാണ്. പാരീസിലാണ് പഠിച്ചത്. ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പൊസിഷൻ ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കിൽപ്പെട്ട ഏറ്റവും സിഗ്നിഫിക്കന്റ് വർക്കാണ് ആർക്കിയോളജി ഓഫ് നോളജ്. ആർക്കിയോളജി ഓഫ് നോളജ് 1969. ജീനിയോളജി അദ്ദേഹം ഇന്റഗ്രേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതാണ് ദ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന മറ്റൊരു വർക്ക്. ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന വർക്കുകൾ എന്തായാലും പഠിച്ചു വെക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാ. പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് പെട്ടെന്ന് ഇവിടെ തന്നെ ഒന്ന് വായിച്ചു വിട്ടെ. ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്. വായിച്ചു കഴിഞ്ഞവര് വോൾട്ടയറിന്റെ പ്രധാനപ്പെട്ട വർക്ക് ഒന്ന് കമന്റ് ചെയ്തേ. അത് കമന്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്ക് ഇറ്റ് ഫാസ്റ്റർ ഗായ്സ്. വോൾട്ടയറിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച്. കാരണം വോൾട്ടയർ നിങ്ങൾ കണ്ടില്ല ഓപ്ഷൻസിൽ ഇങ്ങനെ കയറി വരുന്നത്. ആ വർക്കിന്റെ പേരാണെന്ത്? പെട്ടെന്ന് ബാക്കിയുള്ളവരോട് എഴുതുക, എന്നിട്ട് ഞാൻ ഫിനിഷ് ആക്കാം. ദാറ്റ് ഈസ് നൺ അതർ ദാൻ കാൻഡിഡ്. കാൻഡിഡ് എന്ന് പറയുന്ന ഒരു വർക്ക് കേട്ടോ. ഫൈൻ. അപ്പൊ നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇന്ത്യൻ ടോപ്പിക്കിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹു ഇസ് ദ ഓഥർ ഓഫ് മട്ടവിലാസ പ്രഹസന? മട്ടവിലാസ പ്രഹസന എന്ന് പറയുന്ന ഈ വർക്ക് എവിടെയാണ് എന്നുള്ളത്. മട്ടവിലാസ പ്രഹസന എന്ന് പറയുന്നത്, മട്ടവിലാസ പ്രഹസന എന്നുള്ളത് ആരാണ് എഴുതിയിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? ആരാണ്? പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വലിയൊരു ബോണസ് തരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇന്നത്തെ ഡിസ്കഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് അതായിരിക്കും. 20 ക്വസ്റ്റ്യനും കറസ്പോണ്ടിങ് ഡിസ്കഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രീം നോളജ് ആണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് പഠിച്ചു പോകാൻ പറ്റണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്തേ. മട്ടവിലാസ പ്രഹസനം ആരുടേതാന്നുള്ളത്. വെരി ഗുഡ്. എന്താണ് ഉത്തരം? മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്ന പല്ലവ രാജാവാണ് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഹിസ്റ്ററിയിൽ പല രാജാക്കന്മാരും സ്കോളേഴ്സ് കൂടിയായിരുന്നു. വിൽ കോൾ ദം ആസ് വാട്ട്? സ്കോളർ കിങ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ലിസ്റ്റ് നമുക്ക് പഠിക്കാം. അങ്ങനത്തെ എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ നമുക്ക് പഠിക്കാം. അതിനു മുന്നേ നമുക്ക് മട്ടവിലാസ പ്രഹസന എന്നുള്ളത് എന്താന്നുള്ളത് ഒന്ന് ഇൻഡെപ്തിൽ മനസ്സിലാക്കി വെക്കാം. അതിന്റെ ഇംഗ്ലീഷ് പേരാണ് എ ഫാർസ് ഓഫ് ഡ്രങ്കൺ സ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഷോർട്ട് വൺ ആക്ട് സാൻസ്ക്രിറ്റ് പ്ലേ. സംസ്കൃതത്തിലാണ് എഴുതിയത്. ഒന്നാമത്തെ പോയിന്റ്, ഇതൊരു നാടകമാണ്. ദെൻ വൺ ആക്ട്, ഒരൊറ്റ ആളെ കളിക്കുന്നുണ്ട്. ഒരാളുടെ, ഒരു ഡ്രങ്കൺ ആയിട്ടുള്ള ആളുടെ ഒരു നാടകത്തിന്റെ രൂപത്തിലോട്ടുള്ള ഒരു കൃതിയാണെന്ത്? മട്ടവിലാസ പ്രഹസന എന്ന് പറയുന്നത്. പല്ലവ രാജാവായിട്ടുണ്ടായിരുന്ന മഹേന്ദ്രവർമ്മൻ. നിങ്ങൾക്കറിയാം, പല്ലവ ഹിസ്റ്ററി കാര്യങ്ങൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ? മഹേന്ദ്രവർമ്മൻ, ശേഷം നരസിംഹവർമ്മൻ, രാജസിംഹൻ, ഇങ്ങനത്തെയുള്ള പേരുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്രൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നവർ റീകളക്ട് ചെയ്യുക. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഞാൻ കൂടുതൽ കുറച്ചുകൂടെ കൾച്ചറൽ പെർസ്പെക്റ്റീവുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് പലപ്പോഴും പിള്ളേർക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഐ ഹാവ് മെയ്ഡ് സം വെരി ഇമ്പോർട്ടൻറ്റ് ലിസ്റ്റ്. ആ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് രാജാക്കന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻസും നമുക്ക് പഠിച്ചു പോകണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ടും പെന്നെടുത്ത് ഇപ്പൊ തന്നെ ഒന്ന് രാജാവിന്റെ പേരും വർക്കെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കൃഷ്ണദേവരായ. വിജയനഗര സാമ്രാജ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ.
അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് എന്ത്? തെലുഗു വർക്കായിട്ടുള്ള അമുക്തമാല്യത. അമുക്തമാല്യത. അപ്പൊ അതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, രാജരാജ ചോള എന്ന് പറയുന്ന മിഡീവൽ ചോളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ്. അദ്ദേഹം ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് എന്ത്? രാജരാജ ചോള ഉല. രാജരാജ ചോള ഉല നിങ്ങൾക്ക് ചിലപ്പം കാണുന്നുണ്ടാവില്ല, അതുകൊണ്ട് അവിടെ എഴുതുന്നുണ്ട്. രാജരാജ ചോള ഉല എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട് കേട്ടോ. രാജാവിന്റെ മിലിറ്ററി എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ മിലിറ്ററി എക്സ്പെഡീഷനെ കുറിച്ച് പറയുന്നതാ. രാജഭോജ. ഞാൻ ഇവിടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം മാൽവ ഭരിച്ചിരുന്ന ആളാ. മാൽവ, അതായത് മധ്യപ്രദേശിന്റെ ഭാഗം. രാജഭോജ എന്ന് പറയുന്ന മാൽവ ഭരിച്ചിരുന്ന ഈ രാജാവ്, ഇദ്ദേഹം ഏത് ഡൈനാസ്റ്റി പെട്ടതാ? ഒന്ന് കൊമന്റ് ചെയ്ത് എല്ലാവരും. കൊമന്റ് ദ നെയിം ഓഫ് ദ ഡൈനാസ്റ്റി. ഡൈനാസ്റ്റി ഒന്ന് കൊമന്റ് ചെയ്തേ. Yeah, actually the answer for this particular question, ഗുർജറ പ്രതിഹരാസ് അല്ല. ഗുർജറ പ്രതിഹരാസ് എന്ന് പറയുന്നത് ആരാണ്? അതിലെ മിഹിർ ഭോജ എന്ന് പറയുന്ന മിലിറ്ററി കിങ് ആണ്. പക്ഷെ ഇത് പരമര ഡൈനാസ്റ്റിയാണ്. ഈ ഗുർജറ പ്രതിഹരാസിന് ശേഷം വന്നിട്ടുള്ള ഡൈനാസ്റ്റിയാണ് പരമര ഡൈനാസ്റ്റി. നമ്മൾ രജപുട്ട് ഹിസ്റ്ററി നമ്മൾ ക്ലാസ്സിൽ എടുത്തതാ, ഹിസ്റ്ററി ഓഫ് രജപുട്സ് ഉണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ രാജ ഭോജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹത്തെ ഫേമസ് ആയതുകൊണ്ടാണ് നമ്മൾ പിൽക്കാലഘട്ടത്തില് ആന്ധ്രഭോജ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണദേവരായരെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഭോജ ഓഫ് മോഡേൺ ട്രാവൻകൂർ, ആധുനിക തിരുവിതാംകൂറിന്റെ ഭോജ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്ന ഒരു രാജാവുണ്ട്, സ്വാതി തിരുനാൾ. അതൊക്കെ വരുന്നത് ഈ ഒരു പേരിൽ നിന്നാണെന്നുള്ള കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ 3 പോയിന്റ് ഇവിടെ പഠിച്ചു. കൃഷ്ണദേവരായ, രാജരാജ ചോള, രാജഭോജ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പോയിന്റുകൾ മിസ്സാക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം. കഴിഞ്ഞിട്ടില്ല മക്കളെ, അത്യാവശ്യം ഇൻഫർമേഷൻസ് ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. മഹാറാണ കുംഭ. മഹാറാണ കുംഭ എന്ന് പറയുന്നത് വീണ്ടും രജപുട്ട് കിങ് ആണ്, മേവാറിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മ്യൂസിക്കിന് ബേസ് ആയിട്ടുള്ള വർക്കാണ് സംഗീത് രാജ്. സംഗീതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സംഗീത് രാജ് എന്ന് പറയുന്ന ഒരു വർക്ക് ബൈ മഹാറാണ കുംഭ. ഇങ്ങനത്തെ വർക്കുകളൊന്ന് പഠിച്ചു വെക്കണം. ആ ബുക്ക് കൂടെ എഴുതി വെച്ച ശേഷം നമുക്ക് കുറച്ച് ലിസ്റ്റുകളിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലിസ്റ്റുകളാണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ലിസ്റ്റുകൾക്ക് പുറമെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഗുലാംഗിരി ബൈ ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെയുടെ ഗുലാംഗിരി എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട്. പുള്ളിക്കാരന്റെ വൈഫാണ് ആര്? സാവിത്രി ബൈ ഫുലെ. അവരുടെ വർക്കാണ് കാവ്യ ഫുലെ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ലിറ്ററേച്ചറും ഹിസ്റ്റോറിക്കൽ വർക്കുകളൊക്കെ പഠിക്കുക. പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ലിറ്ററേച്ചർ വർക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജ്യോതിബ ഫുലെ തന്നെ എഴുതിയിട്ടുള്ള മറ്റൊരു വർക്കാണ് സർവജനിക് സത്യധർമ്മ. അപ്പൊ സത്യധർമ്മ എന്നുള്ളതെങ്കിലും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സത്യധർമ്മ, ഓക്കെ, സത്യധർമ്മ. ഇനി അതേ സമയത്ത് അത്യാവശ്യം ബുക്കുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പലതും നിങ്ങൾക്ക് ഒരു പക്ഷെ കേട്ട് പരിചയമൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും പരിചയമുള്ള വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡിലെങ്കിലും കടന്നു പോകാം. എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നുള്ള അങ്ങനെയുള്ള ചില വർക്കാണ്. ലോക വിഭംഗ, ജൈനിസത്തിന്റെ കോസ്മോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇതിലാണ് ആദ്യമായി കൊണ്ട് സീറോയെ കുറിച്ച് പറയുന്നത്. അതായത് പണ്ട് കാലഘട്ടത്തിൽ ജൈനിസം, നിങ്ങൾക്ക് അറിയാം, ജൈനിസം ബുദ്ധിസം ഒക്കെ 6th century BC മുതൽക്കാണ് വരുന്നത് എന്നുള്ളത്. ആ 6th century BC മുതൽക്കുള്ള ചില പ്രധാനപ്പെട്ട
ഏർലി ടെക്സ്റ്റുകളുണ്ട്, കനോണിക്കൽ ടെക്സ്റ്റ് എന്ന് പറയും. അല്ലാത്ത ചില ടെക്സ്റ്റുകൾ പിൽക്കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഒന്നുള്ളതാണ് ലോകവിഭംഗ അല്ലെങ്കിൽ ലോകവിഭാഗ എന്ന് പറയുന്ന ഒരു വർക്ക്. അതിലാണ് സീറോയെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു വർക്ക് പറയാം. 1910കളുടെ സമയത്ത് എഴുതിയിട്ടുള്ളതാണ് സുൽത്താനാസ് ഡ്രീം, സുൽത്താനയുടെ സ്വപ്നം എന്ന് പറയുന്ന ബീഗം റുക്കിയയുടെ ഒരു വർക്കുണ്ട്. ഓക്കെ, ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ചിൽ എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ്. പിന്നെ സോമദേവ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രാജാവിന്റെ വർക്കാണ് കഥ സരിത സാഗര എന്നുള്ളത്. ഇത് പഠിച്ചു വെച്ചേക്കണേ, കാരണം ഇത് പലപ്പോഴും ഓപ്ഷൻസിൽ കയറി വരുന്നതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യാം, എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ വീണ്ടും റെഡ് കളറിലൂടെ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ഇട്ട് വെക്കാം. സ്വപ്ന വാസവദത്ത, വാസവദത്തയുടേതാണ്. ഓക്കെ, സംസ്കൃത നാടകമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ബ്രഹ്മഗുപ്ത സിദ്ധാന്തിക, ബ്രഹ്മഗുപ്തൻ എഴുതിയിട്ടുള്ളതാണ്. അതിലാണ് നെഗറ്റീവ് നമ്പേഴ്സും സീറോ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, ഓപ്പറേഷൻ ഓഫ് സീറോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിലാണ്. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു വർക്ക് പഠിച്ചു വെക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ടായിട്ട് വൈ ദാറ്റ് വർക്ക്, വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് വർക്ക് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നുകൂടെ ഗുലാംഗിരി ഇമ്പോർട്ടൻ്റ് ആണ്, കഥ സരിത സാഗര ഇമ്പോർട്ടൻ്റ് ആണ്, സ്വപ്നവാസദത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രഹ്മഗുപ്ത സിദ്ധാന്തക ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെക്കാൻ പറ്റുന്നവര് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കുക. അല്ലാത്തവര് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം എന്നുള്ളത് കൊണ്ട് ഒന്ന് അറിഞ്ഞിരിക്കാനും ശ്രമിക്കാം. ഇനി അതേ സമയത്ത് ആദ്യമായിക്കൊണ്ട് സീറോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന രീതിയിൽ ലോകവിഭാഗക എന്ന് പറയുന്ന ഈ ജൈനീസ് വർക്ക് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, ഒന്ന് പെട്ടെന്ന് ഒന്ന് എഴുതുന്നവർ എഴുതുക, സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ എടുക്കുക. എന്തായാലും 1, 2, 3, 4, 5 ഈ 5 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും ബുക്കുകൾ നിങ്ങൾ കുറച്ച് ഇവിടുന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞിട്ടില്ല, നമുക്ക് സെറ്റ് ഓഫ് ബുക്കുകൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതില് ബാക്കിയുള്ളത് നോക്കിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ബുക്കുകളുണ്ട്. അപ്പൊ അത് ഇപ്പൊ തന്നെ പഠിക്കുക. അല്ലാത്ത ഞാൻ വീണ്ടും റെഡ് കളറിൽ മാർക്ക് ചെയ്ത് തരാം, അത് റിപ്പീറ്റ് ചെയ്യാം. രാജതരംഗിണി നിങ്ങൾക്ക് അറിയാം, കലഹണ എഴുതിയിട്ടുള്ളതാണ്. എത്ര വോളിയുണ്ട്, കലഹണയ്ക്ക് ശേഷം അത് ആരെ എഴുതി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഹിസ്റ്ററി ഓഫ് കിങ്സ് ഓഫ് കാശ്മീർ ആണ്. നിങ്ങൾക്കറിയാം. ഹർഷചരിത ബൈ ബാണഭട്ടൻ ആണ്. ബാണഭട്ടന്റെ മറ്റൊരു വർക്കാണ് കാടംബരി. ഹർഷവർദ്ധൻ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് എന്ത്, രത്നാവലി എന്നുള്ളത്. ഓക്കെ, രത്നാവലി എന്നുള്ളത് അന്നത്തെ ഒരു പ്രിൻസസ് ആയിരുന്നു, രാജകുമാരിയായിരുന്നു. ഹോളി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു റെഫറൻസ് ആണ് രത്നാവലിയിലുള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നേക്ക്. പിന്നെ മറ്റൊരു വർക്കാണ് പ്രിയദർശിക എന്ന് പറയുന്നത്. അപ്പോൾ ഹർഷവർദ്ധന്റെ വർക്കുകളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. രത്നാവലി, പ്രിയദർശിക, ദെൻ നാഗനന്ദ. ഈ 3 വർക്കുകൾ ഇദ്ദേഹത്തിന്റെ ആണെന്ന് പഠിച്ചു വെക്കുക. കാടംബരി അതുപോലെ ഹർഷചരിത ഇത് രണ്ടും ബാണഭട്ടൻ്റെതാണ്. ഈ സെറ്റ് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അമുക്തമാല്യത നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, കൃഷ്ണദേവരായരാണ് വരുന്നത്. തെലുഗിലാണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. തെലുഗു ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാജാവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ,
അണ്ടാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കല്യാണത്തെ കുറിച്ചല്ല രാജാവ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. മീനിങ് ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളെല്ലാം ഈ ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ജാമ്പാവതി കല്യാണം കൃഷ്ണദേവരായരുടെ വർക്കാണ്, സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിലുള്ള എല്ലാ വർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റെഡ് കളറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ വളരെ പോപ്പുലർലി കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. രാജതരംഗിണി, ഹർഷചരിത, കാദംബരി, രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ, അമുക്തമാല്യത, ജാമ്പാവതി കല്യാണം. അമുക്തമാല്യതയും ജാമ്പാവതി കല്യാണം ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഭാഷ എന്നുള്ളത് കുറച്ച് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് മിസ്സാക്കരുത് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വായിച്ചേ. ഓക്കെ, ബാക്കി ബുക്കുകളൂടെ നമുക്കൊന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ബുക്കുകളാണ്. മുദ്ര രാക്ഷസ, സംതിങ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലെ. വിശാഖദത്തന് എഴുതിയിരിക്കുന്ന വർക്കാണ്. ഏത് കാലഘട്ടത്തിൽ? ഗുപ്ത കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന വർക്കാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? മുദ്ര രാക്ഷസ റിഗാർഡിംഗ് ദ റൈസ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യൻ പവേഴ്സ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വർക്കാണ് മുദ്ര രാക്ഷസ എന്നുള്ളത്. അതുകൊണ്ട് ആ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധചരിത എഴുതിയിരിക്കുന്നത് അശോകോശനാണ്. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആരുടെ കാലഘട്ടത്തിലാണ് നടന്നതെന്ന് പറഞ്ഞേ? ദാറ്റ് ഈസ് കനിഷ്ക. എങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് എവിടെയാണ്? അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കനിഷ്കയുടെ കാലഘട്ടത്താണ്. രണ്ടാമത്തത്, ഹീനയാന മഹാന ട്രഡീഷൻ ഓഫ് ബുദ്ധിസം സ്പ്ലിറ്റ് വരുന്നത് അവിടെയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിരിക്കുന്നത് കാശ്മീരിലാണ്. കാശ്മീരിൽ എവിടെ? ഒന്ന് കമന്റ് ചെയ്തേ. മറ്റേ നിങ്ങൾ വെറുതെ ഇത് കേട്ട് കേട്ട് പഠിച്ചു പോകണേക്കാൾ നല്ലത് ലെറ്റ് ഇറ്റ് ബി ഹാവ് സം കൈൻഡ് ഓഫ് എൻഗേജ്മെന്റ്, ഇന്ററാക്ട് ചെയ്യ്, എന്നിട്ട് ഇതൊന്ന് ആൻസർ ചെയ്തേ. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അശോകോശ. പുള്ളിക്കാരന്റെ വർക്കാണ് ബുദ്ധചരിത. മൈ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ, എവിടെയാണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത്? കാശ്മീരിൽ എവിടെയാണ് നടന്നത്? ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. നിങ്ങൾ ആൻസർ ചെയ്യാതെ ബാക്കിയുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ്? കാശ്മീരിലെ കുണ്ടൽവനം കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കാം. കാമസൂത്ര നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വർക്കല്ലേ. കാമസൂത്ര എഴുതിയിരിക്കുന്ന ആരാണ്? വാത്സായന്. കാമസൂത്ര സെക്ഷൽ വർക്ക്, സെക്സിന്റെ വർക്ക് മാത്രമല്ല എന്നുള്ളത് എപ്പോഴും ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. എത്ര ആർട്സ് ഉണ്ട് അതിൽ? 64 ആർട്സ്, 64 ആർട്സുകൾ അതിൽ വരുന്നുണ്ട് കേട്ടോ. ദെൻ ചരക സംഹിത, ശുശ്രുത സംഹിത, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫൈൻ. ചരകൻ കനിഷ്കന്റെ കോട്ടലുണ്ടായിരുന്ന ഒരാളാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആണ് ചരക സംഹിത. ശുശ്രുത സംഹിത സർജറിയുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രുതയുടെ വർക്കാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. ഇത് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്. പല കുട്ടികളും ഇത് പഠിക്കാറില്ല. വാഗഭട്ടയുടെ അഷ്ടാംഗ സംഗ്രഹ എന്ന് പറയുന്നത്. അഷ്ടാംഗ അറിയുമ്പോൾ എത്രയാണ്? 8ആണ്. 8 മെഡിസിൻസിനെ കുറിച്ച് പറയുന്ന വർക്കാണ് അഷ്ടാംഗ സംഗ്രഹ എന്ന് പറയുന്ന ഒരു വർക്ക്. വാഗഭട്ടയുടെ വർക്കാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചരക സംഹിതയും ശുശ്രുത സംഹിതയും പോലെ ഇമ്പോർട്ടന്റ് ആണ് വാഗ്ഭട്ടന്റെ അഷ്ടാംഗ സംഗ്രഹം, മറക്കരുത്. ദെൻ തൊൽക്കാപ്യം ബൈ തൊൽക്കാപ്യർ, തമിഴ് സംഘ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ ആണ്. ഗ്രാമാറ്റിക്കൽ വർക്കാണ്, നിങ്ങൾക്ക് അറിയാം. തിരുക്കുറൾ 18 കീഴ്ക്കണക്ക് എന്ന് പറയുന്ന 18 മൈനർ വർക്ക്സ് ആയിട്ടുള്ള സംഘം വർക്കിൽ കയറി വരുന്നതാണ് തിരുവള്ളുവരിന്റെ തിരുക്കുറൾ എന്നുള്ളത്. ഫിലോസഫിയും എത്തിക്സും പറയുന്ന വർക്കാണ് എന്ത്? തിരുക്കുറൾ. 4000 ദിവ്യപ്രബന്ധം അൽവാർസിന്റെ വർക്കാണ്, നിങ്ങൾക്ക് അറിയാം. തമിഴ് വേദ എന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പഠിച്ചു വെച്ചോ, ഇത് ചിലപ്പോൾ പരീക്ഷക്കാൻ തന്നെ ചോദിക്കും. തിരുമുറൈ
ഒരു മുറയല്ല, ഒരു മുറൈ വന്ന് പാത്തായാൽ, അതല്ല, ഇത് തിരുമുറൈ. ഓക്കെ, തിരുമുറൈ നായനാർസിന്റെ ഹിംസാണ്. ഒരു 10th സെഞ്ചുറിയുടെ സമയത്താണ് ഇത് കമ്പൈലേഷൻ വരുന്നത്. ഇതും ഒരു 10th 11th സമയത്താണ് 4000 ദിവ്യപ്രബന്ധം വരുന്നത്. അപ്പൊ 4000 ദിവ്യപ്രബന്ധം എന്ന് പറയുന്നത് ആരുടേതാണ്? ആൽവാർസിന്റെ ആണ്. ആരാണ് അൽവാർസ് എന്ന് പറയുന്ന ആൾക്കാര്? അവര് വൈഷ്ണവിറ്റ്സ് ആണ്. വൈഷ്ണവിറ്റ്സ് ആണ്. തിരുമുറൈ എന്ന് പറയുന്നത് എന്താണ്? നായനാർസ് ആണ്. നായനാർസ് ആരാണ്? ഷൈവൈറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്ററേച്ചറിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും മിസ്സാക്കരുത്. സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയും ഞാൻ റെഡ് കളർ ഉപയോഗിക്കുന്നില്ല, എസ്പെഷ്യലി ഇത് നോക്കുന്ന പറയാൻ വേണ്ടി. കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒന്നുപോലും എനിക്ക് ഒഴിവാക്കാനില്ല. ആ രീതിയിൽ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചേ. റീഡ് വെരി ഫാസ്റ്റ്ലി. പെട്ടെന്ന് വായിച്ചിട്ട് നോക്കിക്കേ. വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതൊന്നും മറക്കരുതേ. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അന്തം വിടും കേട്ടോ. അപ്പൊ അന്തം വിടാതെ ഹാപ്പി ആയിട്ട് ഉത്തരം ഏതാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ചു പൊക്കോളൂ. ഒരു സെറ്റ് ഇവിടെ ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. സിലപ്പതികാരം, മണിമേഖലൈ, ശിവകസിന്താമണി, വലയപതി, കുണ്ടലക്കേസി, ഇതെല്ലാം എന്താണ്? സംഘകാലഘട്ടത്തിലെ 5 എപ്പിക്കുകളാണ് അല്ലെ? അപ്പൊ അതും ഒന്ന് സെറ്റ് ഓഫ് അറിഞ്ഞു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംഘകാലഘട്ടത്തിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എപ്പിക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? അത് മഹാഭാരതവും രാമായണവുമാണ്. ഞാൻ അന്ന് നിങ്ങളോട് ചോദിച്ച പോലെ ക്ലാസ് റൂമിൽ ഒരിക്കൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് വൺ വാസ് ഏർലിയർ? രാമായണമാണോ ആദ്യം, മഹാഭാരതമാണോ ആദ്യം? ഉത്തരം പറയ്, കൊമന്റ് ചെയ്. രാമായണമാണോ ആദ്യം, മഹാഭാരതമാണോ ആദ്യം നടന്നത്? ഏതാ? രാമായണമാണോ മഹാഭാരതമാണോ ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ആ എപ്പിക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നതിൽ ആദ്യം സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഏതാണ്? രാമായണമാണോ മഹാഭാരതമാണോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 4 യുഗങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏത് യുഗത്തിലാന്നുള്ള കാര്യം ഒന്ന് നോക്കി വെച്ചേക്ക്. ഓക്കെ, മുഴുവൻ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ രസമല്ലല്ലോ. ചിലത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫൈൻ. സിലപ്പതികാരം ബൈ ഇളങ്കോടികളാണ്, പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് മണിമേഖലൈ ബൈ സിത്തനൈ സത്തനാർ. ശിവകസിന്താമണി ജെയിൻ റിലേറ്റഡ് ആണ്. വലയപതി ജെയിൻ റിലേറ്റഡ് ആണ്. കുണ്ടലക്കേസി ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആണ്. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും അറിഞ്ഞിരിക്കാം. അപ്പൊ സംഘകാലഘട്ടത്തിലെ ബുദ്ധിസവും ജൈനീസും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുമായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് നമ്മൾ ഡിസ്കഷനിൽ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം രാമായണമാണോ മഹാഭാരതമാണോ ആദ്യം എന്നുള്ളതിന്റെ ഉത്തരം രാമായണമാണ് ആദ്യം കേട്ടോ. പിന്നീടാണ് മഹാഭാരതം വരുന്നത്. മറ്റു ചില വർക്കുകളാണ് ബൃഹത് സംഹിത ബൈ വരാഹമിഹിര. ഗുപ്ത കാലഘട്ടത്തിൽ ഉള്ള സയന്റിഫിക് ഡെവലപ്മെന്റ് പറയുമ്പോൾ, സയൻസ് ലിറ്ററേച്ചർ പറയുമ്പോൾ ഒരു വർക്കാണ് ബൃഹത് സംഹിത. അഷ്ടധ്യായി പാണിനിയുടെ വർക്കാണ്, ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ട്. വർത്തിക കാട്യായനയുടെ മറ്റൊരു വർക്കാണ്. യോഗസൂത്ര പതഞ്ജലിയുടെ വർക്കാണ്.
മഹാഭാഷ്യ പതഞ്ജലിയുടെ വർക്കാണ്. അപ്പൊ പതഞ്ജലിയുടെ 2 വർക്കുകൾ പഠിച്ചു വെക്കുക. ദാൻ ഉൽപ്പന്നങ്ങൾ. നിങ്ങൾക്ക് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ കുറെ വാങ്ങിക്കാൻ കിട്ടും. അതല്ല, യോഗസൂത്രയും മഹാഭാഷ്യം പഠിച്ചു വെക്കുക കൃത്യമായിട്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക്. മൃച്ഛകടിക ശൂദ്രകയുടെ വർക്കാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചാരുദത്തയും വസന്തസേനയും തമ്മിലുണ്ടായിരുന്ന പ്രേമത്തിന്റെ കഥയാണ് മൃച്ഛകടയിലൂടെ പറയുന്നത്. ദെൻ ഭർണപരിച്ചായി ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇത് മോഡേൺ ടൈംസിലോട്ടുള്ള ഒരു വർക്കാണ്. നമുക്ക് കുറച്ചുകൂടെ വർക്കുകൾ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്യാം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആകും ഡെഫിനറ്റ്ലി. ഭർണപരിച്ചോയ് എന്ന് പറയുന്നത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ബംഗാളി ഗ്രമേറിയൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. നിങ്ങൾക്ക് അറിയാം ഭർണപരിച്ചോയ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോർമേഷൻ ആണെന്ത്? ഹിന്ദു വിഡോ റീ മാരേജ് ആക്ട് എന്ന് പറയുന്നത് 1856 പാസ്സാക്കുന്നത്. ഭരണപരിചയം എന്ന് പറയുന്ന ആ ഒരു വർക്ക് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. പെട്ടെന്നൊന്ന് വായിച്ച്. സംതിങ് വെരി ഇമ്പോർട്ടന്റ്. പെട്ടെന്ന് വായിക്ക്. ഏകദേശം 1 അവറിന്റെ അടുത്തെത്തി നമ്മുടെ ഡിസ്കഷൻ ആരംഭിച്ചിട്ട്. ഇപ്പൊ തന്നെ ഇതൊക്കെ പഠിച്ചുകൊണ്ട് ശ്രമിക്കുക. എക്സാമിനേഷനിൽ പെർഫോമൻസ് കൂട്ടുക. മറ്റു ചില വർക്കുകളാണ് മിലിൻഡ പാൻഹോ. ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുള്ള വർക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആണ്. ബാക്ട്രിയൻ കിങ് ആയിട്ടുണ്ടായിരുന്ന മിലിൻഡയും നാഗസേനയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അവസാനം ഇദ്ദേഹം ബുദ്ധിസം സ്വീകരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ബാക്ട്രിയൻ കിങ് എന്ന് പറഞ്ഞാൽ ഇൻഡോ ഗ്രീക്കിന്റെ ഒരു വംശം, അതാണ് ഉദ്ദേശിക്കുന്നത്. കവി രാജമാർഗ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമോഘവർഷയുടെ വർക്കാണ്, മിസ്സാക്കരുത്. കന്നഡ ലിറ്ററേച്ചറിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആണ്. രാഷ്ട്രകൂട രാജാവാണ് അദ്ദേഹം വരുന്നത് കേട്ടോ. സൗത്ത് ഇന്ത്യയുടെ അശോക എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മറ്റൊന്നാണ് പ്രശ്നോത്തര രത്നമാളിക എന്നുള്ളത്. അമോഘവർഷയുടെ തന്നെ വർക്കാണ്. ഇത് രണ്ടും പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമോഘവർഷയുടെ വർക്കുകൾ സംസ്കൃതത്തിലുള്ള വർക്കാണ്. കണ്ടോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? കൃഷ്ണദേവരായരുടെ തെലുഗു വർക്ക് അമുക്തമാല്യത പറഞ്ഞു. ജാമ്പാവതി കല്യാണം സംസ്കൃതത്തിലാണെന്ന് പറഞ്ഞു. സിമിലർലി അമോഘവർഷയുടെ കവിരാജമാർഗ കന്നഡ ലിറ്ററേച്ചറിനുള്ളതാണെങ്കിൽ സംസ്കൃത ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടാണ് പ്രശ്നോത്തര രത്നമാളിക വരുന്നത്. അത് അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. മറ്റു ചില വർക്കുകൾ നോക്കാം. കിതാബി നവറസ് എന്തായാലും മുസ്ലിം വർക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ മുഗൾസിന്റെയും ഡൽഹി സൽത്തനത്തിന്റെയും ആദിൽ ഷാ രണ്ടാമന്റെ സമയത്താണ്. ഹിന്ദു ഡീറ്റികളെ പ്രൈസ് ചെയ്തിട്ടും മുസ്ലിം സന്യാസിമാരെ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരു ഭക്തി വർക്കാണ് കിതാബി നവറസ് എന്നുള്ളത്. പ്രയാഗ് പ്രശസ്തി ഹരിസേനയുടെ, സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? അതും സംസ്കൃതത്തിലാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതും സംസ്കൃതത്തിലുള്ള കാര്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും വർക്കുകളൊന്ന് പെട്ടെന്ന് വായിച്ചു എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, സോ ബാക്കിയുള്ളതാണ് ജുനഗർ ഇൻസ്ക്രിപ്ഷൻ. ജുനഗർ ഇൻസ്ക്രിപ്ഷൻ രുദ്രദാമന്റെ കാലഘട്ടത്തിലാണ് ഫസ്റ്റ് സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് ജുനഗർ ഇൻസ്ക്രിപ്ഷൻ. ആൻഡ് ഹി ബിലോങ്സ് ടു ഷാഗ ഡൈനാസ്റ്റി. ഓക്കെ, റൈറ്റ്. മറ്റൊന്നാണ് തുസൂക്കി ജഹാംഗീരി. ജഹാംഗീറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. തുസൂക്കി ജഹാംഗീരി. ഇതല്ലാതെ നമുക്ക് കുറച്ച് വർക്കുകൾ പഠിക്കാനുണ്ട്, ലൈക്ക് സം ബയോഗ്രഫിക്കൽ വർക്ക് റിഗാർഡിംഗ് ജഹാംഗീർ. ജഹാംഗീറിന്റെ കുറിച്ചുള്ള ചില വർക്കുകൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട്, ദാറ്റ് വി കൻ ഡിസ്കസ്. പാദിഷാ നാമ അബ്ദുൽ ഹമീദ് ലഹോരി ഷാജഹാനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. ആലംഗീർ നാമ മിർസ മുഹമ്മദ് ഖാസിം ഔറംഗസീബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. ദെൻ ഐനി അക്ബരി അല്ലെങ്കിൽ അക്ബർ നാമ അബുൽ ഫസൽ എഴുതിയിരിക്കുന്ന വർക്കാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പാദിഷാ നാമ, ആലംഗീർ നാമ, ഐനി അക്ബരി, ഇങ്ങനത്തെ വർക്കുകളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ ബാക്കി ഡിസ്കഷൻ പെട്ടെന്ന് നടത്തട്ടെ. ഓക്കെ, നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്, ദാറ്റ് വി കൻ ഡു എയ്തർ ഇൻ അനദർ സെപ്പറേറ്റ് സെഷൻ. ഓക്കെ, ഐനി അക്ബരി അബുൽ ഫസലിന്റെ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ സ്ത്രീ പുരുഷ തുലന, സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറയുന്ന താരാബായി ഷിൻഡയുടെ വർക്ക്. സത്യസായി എന്ന് പറയുന്ന ഹാലയുടെ വർക്ക് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശതവാഹന ഡൈനാസ്റ്റിയിലെ ഹാല എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, 17ാമത്തെ രാജാവാണ്, 17th കിങ്. പ്രാകൃതത്തിലാണ് അദ്ദേഹം ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. സത്യസായി എന്ന് പറയുന്ന വർക്ക് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദീപവംശം, മഹാവംശം, ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് ഫ്രം സീലോൺ, ശ്രീലങ്കയിൽ നിന്ന് കേട്ടോ. ദെൻ ഭാരത വെമ്പ, നന്ദിവർമ്മന്റെ വർക്കാണ് വരുന്നത്. മഹാഭാരതത്തിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ആണ് ഭാരത വെമ്പ എന്നുള്ളത്, തമിഴ് ട്രാൻസ്ലേഷൻ. താരിഖി ഫിറോഷായി ബൈ സിയാവുദ്ദീൻ ബറാനി. ഖസീനുൽ ഫുതു അമീർ ഖുസ്രു. തുഗ്ലക് നാമ അമീർ ഖുസ്രു. കിതാബുൽ ഹിന്ദ് അൽബറൂനി. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നതാണ്, പക്ഷെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർക്കുകൾ ഒരിക്കലും മിസ്സാക്കാണ്ടിരിക്കുക. സംതിങ് ഓൾ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്തേ. സംതിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കാതെ കൃത്യമായിട്ട് ഇരുന്ന് ഒന്ന് വായിക്ക്, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നത് ഇപ്പൊ തന്നെ പഠിക്കാനും ശ്രമിക്കുക. ഒന്ന് പെട്ടെന്ന് ചെയ്യും കേട്ടോ. ഓക്കെ, സോ ദീസ് വർക്ക്സ് ആർ സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്, മിസ്സാക്കരുത്. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ടൈം എടുത്ത് പറയുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ് വാസ് നോട്ട് കമ്പോസ്ഡ് ബൈ ഭാസ്കരാചാര്യ. ഭാസ്കരാചാര്യയുടെ അല്ലാത്ത വർക്ക് എന്താ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ അയ്യോ ഭാസ്കരാചാര്യ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പകരം ഓപ്ഷൻസ് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യും.
ജസ്റ്റ് ടു പ്രാക്ടീസ് എലിമിനേഷൻ. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ പ്രാക്ടീസും കോൺഫിഡൻസും വെച്ചിട്ട് പരീക്ഷകളിലോട്ട് നിങ്ങൾ കയറി ചെല്ലുക. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ആൻസർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഭാസ്കരാചാര്യരുടെ വർക്ക് അല്ലാത്ത ഏതാണ്? ഈസി അല്ലേ? കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് കാദംബരി എന്നുള്ളത് ബാണഭട്ടയുടെ വർക്കാണ്. അപ്പൊ ബാക്കിയുള്ള ഓബ്വിയസ്ലി ഭാസ്കരാചാര്യരുടെ വർക്കാണെന്നുകൂടി നമുക്ക് പഠിക്കാൻ പറ്റി. അൽജിബ്ര, ലഘു ഭാസ്കരീയ, ലീലാവതി ഒക്കെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാട്ടോ. അപ്പൊ അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ എളുപ്പമായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു അമംഗ് ദ ഫോളോയിങ് ഓതർ ഓഫ് ഗീതാ ഗോവിന്ദം? ഗീതാ ഗോവിന്ദം എഴുതിയിരിക്കുന്ന ആരാണ്? സോമേശ്വർ, ഭാസ്കരാചാര്യ, ജയദേവ, ധർമ്മപാലാറിന് 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏത് കുത്തും? അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ 8 നമ്പർ എഴുതിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ്. എന്താണ് ഉത്തരം വരുന്നത്? എന്താ? ജയദേവന്റെ വർക്കാണ് എന്ത്? ഗീതാ ഗോവിന്ദം എന്നുള്ളത് കേട്ടോ. സോമേശ്വർ എന്ന് പറയുന്ന ഒരാളുടെ വർക്ക് നമ്മൾ പറഞ്ഞില്ലേ. ഭാസ്കരാചാര്യ ഇപ്പൊ നമ്മൾ ഇത്രയും പഠിക്കുകയും ചെയ്തു. സോമേശ്വർ ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ. സോമദേവന്റെ വർക്ക് ഇവിടെ ഉണ്ട്. കഥ സരിത സാഗര എന്ന് പറയുന്ന വർക്കുണ്ട്. മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ് വാസ് നോട്ട് കമ്പോസ്ഡ് ബൈ ശങ്കരാചാര്യ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. പെട്ടെന്ന് ആൻസർ ആയി. യു ഹാവ് 4 ഓപ്ഷൻസ്. 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഉണ്ട്. അതിൽ ഒന്നെന്താണ്? ഗീതാ ഭാഷ്യ, ഉപദേശ സഹസ്രി, ബ്രഹ്മസൂത്ര ഭാഷ്യ, പ്രസന്ന രാഘവ്. ആൻസർ എന്തായിരിക്കും? പ്രസന്ന രാഘവ്. കാരണം ബാക്കിയുള്ള 3 ഇദ്ദേഹത്തിന്റെ വർക്കാണ്. അപ്പൊ അത് ഇപ്പൊ തന്നെ പഠിച്ചുകൊണ്ട് ശ്രമിക്കുക കേട്ടോ. പ്രസന്ന രാഘവ് എന്ന് പറയുന്നത്. അപ്പോ ഗീതാ ഭാഷ്യ, ഉപദേശ സഹസ്രി, ബ്രഹ്മസൂത്ര ഭാഷ്യ എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ വർക്കാണ്. പ്രസന്ന രാഘവ് എഴുതിയിട്ടുള്ളത് ജയദേവനാണ്. അപ്പൊ ജയദേവന്റെ 2 വർക്കുകൾ ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ. ഒന്ന് ഗീതാ ഗോവിന്ദം, മറ്റൊന്ന് പ്രസന്ന രാഘവ എന്നുള്ളതും. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. 11, 12 നൂറ്റാണ്ട് സമയത്ത് ബംഗാളിൽ ഉണ്ടായിരുന്ന സ്കോളറാണ് ആര്? ജയദേവൻ എന്ന് പറയുന്ന ആള് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു അമംഗ് ദ ഫോളോയിങ് റോട്ട് ഇക്ബാൽ നാമ ഇ ജഹംഗിരി? ഇവിടെ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു. ഇവിടെ നോക്കുക. സുസൂക്കി ജഹാംഗീർ എന്ന് പറയുന്നത് ജഹാംഗീറിന്റെ ഓട്ടോബയോഗ്രഫി ആണെന്ന് പറഞ്ഞു. അതേ സമയത്ത് ഞാൻ പറഞ്ഞു ജഹാംഗീറിനെ കുറിച്ച് ആ കാലഘട്ടത്തിലെ ബാക്കിയുള്ള ആൾക്കാരെ എഴുതിയിരിക്കുന്ന ബയോഗ്രഫിക്കൽ വർക്കുകളുണ്ട്. അതിൽ പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും എഴുതണം. കാരണം ഇത് നിങ്ങൾ സാധാരണ പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്ന ഒരു ഇൻഫോ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇപ്പൊ പഠിച്ചു പോകണം. എല്ലാവരും ആൻസർ ചെയ്ത 4 ഓപ്ഷൻ ഉണ്ട്. മോത്മിദ് ഖാൻ, മുഹമ്മദ് അമീൻ കസ്വിനി, അബ്ദുൽ ഹമീദ് ലഹോരി, ഇനായത്ത് ഖാൻ. ഇനായത്ത് ഖാനാണ്, ഇനായത്ത് ഖലീലൊന്നല്ല. അപ്പൊ അങ്ങനെ തെറ്റിക്കണ്ട. എല്ലാവരും ആൻസർ ചെയ്യും. പെട്ടെന്ന് ആൻസർ ചെയ്യും. എന്താണ് ആൻസർ? എല്ലാവരും എഴുതട്ടോ, എഴുതാതിരിക്കല്ലേ.
സോ ദ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് റോട്ട് ഇക്ബാൽ നാമ ഇ ജഹാംഗീർ. ഇങ്ങനത്തെ വാക്കുകൾ പഠിച്ചു വെക്കണം കേട്ടോ, സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻസർ ഓപ്ഷൻ എ മോത്മിദ് ഖാൻ ആണ് കേട്ടോ. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. മോത്മിദ് ഖാൻ എന്ന് പറയുന്നത് നൂർജഹാന്റെ വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഇറാൻകാരനാണ് ബേസിക്കലി. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ മിർ ബക്ഷി എന്ന് പറയുന്ന മിലിറ്ററി കമാൻഡർ പോസ്റ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? മോത്മിദ് ഖാൻ എന്നുള്ളത്. അദ്ദേഹം എഴുതിയുള്ള വർക്കാണ് ഇക്ബാൽ നാമ ഇ ജഹാംഗീരി എന്ന് പറയുന്ന വർക്ക്. ഇത് പഠിച്ചു വെക്കണം. ഇപ്പൊ തന്നെ ഒന്ന് എഴുതി വെച്ചേ, ഇപ്പൊ തന്നെ ഒന്ന് എഴുതി വെക്ക്. കാരണം ഇതുപോലെ നമുക്ക് കുറച്ച് വർക്കുകൾ കൂടെ അറിഞ്ഞിരിക്കണം ജഹാംഗീറിന്റെ കാലഘട്ടത്തിലുള്ളത്. ജഹാംഗീർ ഭരിക്കുന്ന 17ാമത്തെ ഭരണവർഷത്തിൽ അദ്ദേഹത്തിന് കുറെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലെ സീനിയർ ഉദ്യോഗസ്ഥന് ചരിത്രം എഴുതാൻ വേണ്ടിയുള്ള അവസരം കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നീട് എന്ത് ചെയ്തു, ഇക്ബാൽ നാമ ഇ ജഹാംഗീർ എന്ന് പറയുന്ന രൂപത്തിലോട്ട് ഷാജഹാന്റെ ചരിത്രം വരെയുള്ള ചരിത്രങ്ങൾ ആരെഴുതി? മോത്മിദ് ഖാൻ എഴുതുന്നുണ്ട്. ഓക്കെ, അതാണ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആളാണ് മോത്മിദ് ഖാൻ എന്നുള്ളത്. അപ്പൊ ഇത്ര പഠിച്ചാൽ മതി. മോത്മിദ് ഖാൻ, ഇക്ബാൽ നാമ ഇ ജഹാംഗീർ, മിർബക്ഷ് എന്ന് പറയുന്ന പോസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് എഴുതാം, ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം. അതേ സമയത്ത് ഈ വർക്കുകൾ നോക്കിക്കുക നിങ്ങള്. ഇക്ബാൽ നാമ ഇ ജഹാംഗീർ നിങ്ങൾ പഠിച്ചു. സിമിലർലി ഇൻതിഖാബി ജഹാംഗീരി, മൗസിറെ ജഹാംഗീരി, വക്കിയത്തെ ജഹാംഗീരി എന്ന് പറഞ്ഞിട്ടുള്ള ജഹാംഗീറിനെ കുറിച്ചുള്ള അതർ ബയോഗ്രഫീസ് ഉണ്ട്. ഇത് ഇപ്പൊ തന്നെ പഠിച്ച് എഴുതി പോകാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഇപ്പൊ തന്നെ എഴുതണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇൻതിഖാബി ജഹാംഗീരി ഷെയ്ഖ് അബ്ദുൽ വഹാബ്, മൗസിറെ ജഹാംഗീരി ഖംഗർ ഖാൻ, വക്കിയത്തെ ജഹാംഗീരി മുഹമ്മദ് ഹാദി. എങ്ങനെ പഠിക്കും നിങ്ങള്? ഒന്നും കൂടെ വായിച്ചു നോക്കാം നമുക്ക്. ഇതിലോട്ട് നമുക്ക് ഇക്ബാൽ നാമ ജഹാംഗീരിയോട് എഴുതാം. ഇക്ബാൽ നാമ ജഹാംഗീരി അതാരാണ്? മോത്മിദ് ഖാൻ ഓർ മുഹമ്മദ് ഖാൻ. അപ്പോ ഇൻതിഖാബ് എന്നുള്ളത് ആരാണ്? ഷെയ്ഖ് അബ്ദുൽ വഹാബ് ആണ്. മൗസിർ ആരാണ്? ഖംഗർ ആണ്. വക്കിയത്ത് ആരാണ്? ഹാദിയാണ്. ഇക്ബാൽ നാമ ആരാണ്? ഇക്ബാൽ നാമ ജഹാംഗീർ ആരാണ്? മോത്മിദ് ഖാൻ ആണ്. ഈ 4 നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഡിസ്കഷൻ ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് എഴുതി പഠിച്ചാൽ മതി. കാരണം ഹിസ്റ്ററി ഈസ് ഓൾവേസ് ലൈക്ക് ഓഷ്യൻ. നിങ്ങൾ എത്രമാത്രം ആഴക്കടലിലോട്ട് ഇറങ്ങി ചെല്ലുന്നു അത്രയും അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും, അത്രയും പഠിക്കാനുണ്ടാവും സ്വാഭാവികമായിട്ട്. പക്ഷെ നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഇൻഫർമേഷൻ അപ്പുറത്തോട്ട് കൂടുതൽ ഇനി ഒന്ന് അന്വേഷിച്ച് പോകാനും നിൽക്കണ്ട. നാളെയും മറ്റന്നാളും അടുത്ത 3 ദിവസത്തേക്ക് പുതുതായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്ന് വായിക്കാനും നിൽക്കണ്ട. സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം റിവിഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ആണോ? പെട്ടെന്ന് എഴുത്. ഞാനത് സ്ക്രീൻ ഒന്ന് ക്ലിയർ ആക്കി തരാം എഴുതാൻ വേണ്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ്റെ ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തു. ആൻഷ്യന്റ് മിഡീവലിന് കുറെ ലിറ്ററേച്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒരു ചോദ്യം ചോദിക്കാം. ഒരു ചോദ്യം ഉണ്ട്, സംതിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചോദ്യം ഇതാണ്, ഓൺ വിച്ച് among the following dates ജാലിയൻ വാലാബാഗ് മസാക്കർ took place? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഡേറ്റും വർഷം ഏതാണെന്നുള്ളത് സംതിങ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളും കഥകളും നടക്കുന്നുണ്ട്. അന്ന് രാവിലെ സ്കൂളിൽ പോയി വന്നിട്ടുണ്ടായിരുന്ന ഒരു ബാലൻ വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് അമൃത്സർ മൈതാനത്ത് കാണുന്നത് രക്തത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെയും സ്വന്തം അമ്മയെയുമാണ്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരുപാട് അമ്മമാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബാലനാണ് പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ ഒരു നേതാവായിട്ട് മാറുന്നതും ആ നേതാവിന് ചരിത്രത്തില് ഭഗത് സിംഗ് എന്നുള്ള പേര് വിളിക്കുകയും ചെയ്യുന്നത്.
ആ ഭഗത് സിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒറ്റ സുഹൃത്തായിരുന്നു ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ആള്. ഷേർ സിംഗ് എന്ന് വിളിക്കുന്ന ഉദ്ധം സിംഗ്. ആ ഉദ്ധം സിംഗ് ആണ് പിന്നീട് പോയിട്ട് അന്ന് പഞ്ചാബിലെ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ഡ്വയറിനെ, നമ്മുടെ വെടിവെച്ച ഡയർ അല്ല, ദിസ് ഇസ് ഡ്വയർ, മൈക്കൽ ഡ്വയർ എന്ന് പറയുന്ന പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ, പുള്ളിക്കാരന്റെ കയ്യിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്, പുള്ളിക്കാരന് ലണ്ടനിൽ പോയിട്ട് കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന സംഭവമാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ. അത് ഏത് ഡേറ്റിലാണ്? ഗീവ് മി ദ ആൻസർ. എല്ലാവരും കമന്റ് ചെയ്യണം. യു ഹാവ് 4 ഓപ്ഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഡേറ്റുകൾ നിങ്ങൾ ചരിത്രത്തിൽ ഡേറ്റ് ഇല്ലെങ്കിലും ഓപ്ഷൻസ് ഇല്ലെങ്കിലും പഠിച്ചു വെക്കണം. നിർബന്ധ. ഹിസ്റ്ററി ആണോ നിർബന്ധ? ആൻസർ മീ. എല്ലാവരും കമന്റ് ചെയ്തേ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. കുറെ ആൾക്കാർ ശരി ഉത്തരം പറയുന്നുണ്ട്. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, April 13, 1919. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് റൗലറ്റ് ബില്ല്, റൗലറ്റ് സത്യാഗ്രഹം ഒക്കെ നടക്കുന്നത് അറിഞ്ഞിരിക്കുക. പിന്നീട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വന്നു. അതിന്റെ പേരിൽ ഒരു കമ്മീഷൻ വരുന്നുണ്ടല്ലോ. എനിബഡി ജസ്റ്റ് ടൈപ്പ് മീ ദ നെയിം ഓഫ് ദ കമ്മീഷൻ അപ്പോയിന്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ് ജാലിയൻ വാലാബാഗ് മസാക്കർ, അല്ലെങ്കിൽ സിംപ്ലി പറയും പഞ്ചാബ് റോങ്സ്. പഞ്ചാബ് റോങ്സ് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്മീഷന്റെ പേരെന്ത്? ആ പേര് പഠിക്കാൻ വളരെ എളുപ്പമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് കമ്മീഷൻ? വേട്ടക്കാരൻ എന്ന് ഓർത്താൽ മതി ഞാൻ പറയും. ബ്രിട്ടീഷുകാർ വേട്ടയാടിയല്ലേ നമ്മളെ. സോ വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് കമ്മീഷൻ? ഗായ്സ് പെട്ടെന്ന് കമന്റ് ചെയ്യ്. ക്ലൂവും ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് ഉത്തരം? ഹണ്ടർ കമ്മീഷൻ കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഓക്കെ, ഗോയിങ് ടു അനദർ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗവർണർ ജനറലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1848 സമയത്ത് അതിൽ തന്നെ ഉണ്ട് ഉത്തരം. ഓക്കെ, 1848 ജസ്റ്റ് ബിഫോർ ദ 1857 റിവോൾട്ട്. അങ്ങനെ ലിങ്ക് ചെയ്തൂടെ? അങ്ങനെയൊക്കെ ആലോചിക്കണം കേട്ടോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിലൂടെ എത്താൻ പറ്റും. അണ്ടർ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ ദ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് PWD ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആരുടെ കാലഘട്ടത്തിൽ? ആരംഭിച്ച് 1848 ഓൾറെഡി പറഞ്ഞു തന്നു. അപ്പൊ അതുമായിട്ട് സാമ്യമുള്ള ഏത് ഗവർണർ ജനറൽ ആണ് ഉള്ളതെന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻസിൽ ആരൊക്കെയുണ്ട്? ലോർഡ് ഡൽഹൌസി ഉണ്ട്, വില്യം ബെന്റിക് ഉണ്ട്, വെല്ലസ്ലി ഉണ്ട്, ഡിസ്കൗണ്ട് കാനിങ് ഉണ്ട്. കാനിങ് ഉണ്ട്, ഡൽഹൌസി ഉണ്ട്, ബെന്റിക് ഉണ്ട്, വെല്ലസ്ലി ഉണ്ട്. എന്തായിരിക്കും ഉത്തരം വരിക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആ, പെട്ടെന്ന് ആൻസർ ചെയ്യണം കേട്ടോ. ആൻസർ ചെയ്യാതിരിക്കരുത്. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻസ് കമന്റ് ചെയ്താൽ മതി, നിങ്ങൾ ഫുൾ പേര് പറയണമെന്നില്ല. ഓപ്ഷൻ എ ലോർഡ് ഡൽഹൌസി, ഓപ്ഷൻ ബി ലോർഡ് വില്യം ബെന്റിക്, ഓപ്ഷൻ സി ലോർഡ് വെല്ലസ്ലി, ഓപ്ഷൻ ഡി ലോർഡ് കാനിങ്. ഇതിൽ ഏത് ഓപ്ഷനാ? 1848 പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. തെറ്റിച്ച ഇടി കിട്ടും എൻ്റെ അടുത്തുനിന്ന്. കാരണം ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റും. വില്യം ബെന്റിക് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത് 1833 ചാർട്ടർ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ പുള്ളിക്കാരനല്ല. വെല്ലസ്ലി നമ്മൾ അതിന് മുമ്പേ പഠിച്ചിട്ടുണ്ട്. റിച്ചാർഡ് വെല്ലസ്ലി ആണ്. എല്ലാവരും ഓപ്ഷൻസിൽ വെല്ലസ്ലി എന്നാ കൊടുക്കാറുള്ളൂ. ആക്ച്വലി റിച്ചാർഡ് വെല്ലസ്ലി, നോട്ട് ഹിസ് ബ്രദർ ആർത്തർ വെല്ലസ്ലി. ഫേമസ് ഫോർ വാട്ട്? റിച്ചാർഡ് വെല്ലസ്ലി എന്തിനാ ഫേമസ്? ഫേമസ് ഫോർ സബ്സിഡറി അലയൻസ് സിസ്റ്റം. ഓക്കെ. പിന്നെ കാനിങ്ങിന്റെ സമയത്താണ് 1857 റിവോൾട്ട് നടക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻസർ? സംടൈംസ് ദിസ് ഗവർണർ ജനറൽ ഈസ് കോൾഡ് ആസ് വാട്ട്? ദ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ, നൺ അതർ ദാൻ ലോർഡ് ഡൽഹൌസി. ആൻസർ എന്താണ്? ലോർഡ് ഡൽഹൌസി. കേട്ടോ? എനി ഡൗട്ട്? ക്ലിയർ അല്ലേ?
Okay, now let's discuss another question. ഇത് കുറച്ച് ടഫാണ് കേട്ടോ, പക്ഷെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം. Where was the Hindustan Socialist Republic Association, HSRA, founded? ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ഇതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറഞ്ഞുതരാം. 1924 കാൺപൂരിൽ വെച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. രാംപ്രസാദ് ബിസ്മിലും അഷ്ഫഖുള്ള ഖാനും ചന്ദ്രശേഖർ ആസാദും തുടങ്ങിയിട്ടുള്ള റെവല്യൂഷണറീസ്. അതിലോട്ടാണ് പിന്നീട് ആര് വരുന്നത്? ആ പയ്യനായിട്ടുണ്ടായിരുന്ന പിന്നീട് യുവാവായി മാറിയിട്ടുണ്ടായിരുന്ന ഭഗത് സിംഗ് വരുന്നത്. ഭഗത് സിംഗ് അതിൽ വന്നതിന് ശേഷം 1928 ആരംഭിച്ചതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. അതായത് സോഷ്യലിസ്റ്റ് എലമെന്റ് അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന HSRA എവിടെ വെച്ചിട്ടാണ് ഫോം ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എ കാൺപൂർ, ബി നാസിക്, സി ഡൽഹി, ഓപ്ഷൻ ഡി ലാഹോർ. ഇത് നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യന്റെ നമ്പർ 13 എന്നിട്ടിട്ട് നിങ്ങൾ ഓപ്ഷൻസ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ചെയ്യണം. യു ഹാവ് 10 seconds ടൈം. ഏതെങ്കിലും ഒന്ന് കുത്തിക്കോ. ഓപ്ഷൻസ് വൺസ് അഗൈൻ: കാൺപൂർ, നാസിക്, ഡൽഹി ആൻഡ് ലാഹോർ. നാല് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് കുത്തുന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ പറയാം ഏതാന്നുള്ളത്. നിങ്ങൾ ഏത് കുത്തും? ചിലപ്പം ഭാഗ്യത്തിന്റെ ശരിയായാലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൃത്യമായിട്ട് പറയണേ. ഓക്കെ, ആൻസർ വരുന്നതേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഡെഫിനറ്റ്ലി. പക്ഷെ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡൽഹി ആണ് കേട്ടോ. ഓക്കെ, ഡൽഹി ആണ്. അതൊന്ന് പഠിച്ചു വെക്കുക. ഡൽഹിയിലാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഫൈൻ. ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് വാസ് ജോയിൻ ടു ഡൊമിനിയൻ ഓഫ് ഇന്ത്യ സൈനിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ഓൺ October 26, 1947? 947 ഒക്ടോബർ സമയത്ത്, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, സ്വാതന്ത്ര്യം കിട്ടി 3-ാമത്തെ മാസം ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്ന താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഏതാണ്? ഓപ്ഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈദരാബാദ്, ഗോവ, ജമ്മു ആൻഡ് കാശ്മീർ, ആസാം. ഇതിൽ ഏതായിരിക്കും നല്ല ശരിയായിട്ടുള്ള ഉത്തരാകാൻ ചാൻസ് ഉള്ളതെന്ന് ലോജിക്കലി ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. യു ഹാവ് 10 seconds ടു ആൻസർ. ഗോ ഫോർ ദി ആൻസർ. കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്തേ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ആൻസർ ചെയ്യാതിരിക്കരുത്. ഇതില് നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡിലോട്ട് പോകാം. ഗോവ ആരുടെ അടുത്തായിരുന്നു? പോർച്ചുഗീസിന്റെ അടുത്തായിരുന്നു. 1961. സിംപ്ലി യു കൻ എലിമിനേറ്റ്. പിന്നെ ഹൈദരാബാദ് ഉണ്ട്. 1948 ഓപ്പറേഷൻ പോളോയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒന്നാണ്. റസാക്കേഴ്സിനെതിരായിട്ട്, നിസാമിനെതിരായിട്ടുണ്ടായിരുന്നത്. പിന്നെ ആസാം, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന 2 ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസാം വാസ് പാർട്ട് ഓഫ് ബംഗാൾ, ലൈക്ക് വെൻ വി ഡിസ്കസ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആസാമിന്റെ ഒരു ഏരിയ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. അതാണ് ലൈക്ക് അന്നത്തെ ടോട്ടൽ ടെറിട്ടറി വിളിച്ചിരുന്ന പേരാണ് ആസാം എന്നുള്ളത്. അന്ന് മേഘാലയ എന്നുള്ള പേരൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് പാർട്ട് ഓഫ് ഇന്ത്യ ഇറ്റ്സെൽഫ്. ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് ഗോയിങ് ടു സൈൻ ദിസ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളത്. സിറ്റുവേഷൻ ഡിമാൻഡഡ് ലൈക്ക് എ വാർ, പത്താനി വാർ, പാകിസ്ഥാൻ വാർ. ബട്ട് ആൻസർ ഗോസ് ടു ഓപ്ഷൻ സി, ജമ്മു ആൻഡ് കാശ്മീർ. കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളൊന്നും ഒഴിവാക്കുക. ഫൈൻ. ഹോപ്പ് ദ ഡിസ്കഷൻ ഈസ് ക്ലിയർ. അടുത്തത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക.
കുറച്ച് നാഷണൽ ലീഡേഴ്സിന്റെ പേരാണ് ഞാൻ പറയുന്നത്. ദ നാഷണൽ ലീഡേഴ്സ് ലൈക്ക് സി രാജഗോപാലാചാരി, ശ്രീനിവാസ് അയ്യങ്കർ, സ്വാമി ശ്രദ്ധാനന്ദ, ഇ വി രാമസ്വാമി നായ്ക്കർ. They visited Kerala to participate and support which movement held in Kerala. കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഏത് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ദേശീയ നേതൃത്വം വന്നിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻസ്: നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഓർ ഖിലാഫത്ത്, സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് ഓർ സോൾട്ട് സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ. ഇത് ആലോചിച്ചിട്ട് വേണം എനിക്ക് ഉത്തരം നൽകാൻ വേണ്ടി. Here is the 15th question. 5 questions കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. Then we'll wind up. Give me the correct answer. Read very carefully and go for the answers. ഞാൻ ഉണ്ടാക്കിയ ചോദ്യം എങ്ങനെ ഉണ്ടെന്ന് കൂടെ നിങ്ങളൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. മൈ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ ചെയ്യ, എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ, എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം കേട്ടോ. ആൻസർ ചെയ്യാതിരിക്കരുത്. സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ലെറ്റ് മീ ഡിസ്കസ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിലെ നിങ്ങൾക്ക് ഒന്നിനി എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിന്റെ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലും വരാം. എലിമിനേഷൻ മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞു. ഈ സമയത്ത് കേരളത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് മൗലാന ബ്രദേഴ്സും ഗാന്ധിയും ആണെന്നുള്ളത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഇൻഫോ ആണ്. കേരളത്തിൽ ഗാന്ധി ആദ്യമായിട്ട് വരുന്ന ഇതിനാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ലീഡേഴ്സ്, ഇത്രയും ലീഡേഴ്സ് നോക്കിക്കേ, 1 2 3 4, 4 ലീഡേഴ്സിന്റെ പേര് ചുരുങ്ങിയ പറഞ്ഞിട്ടുണ്ട്. അത്രയും ലീഡേഴ്സിന്റെ പേര് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത് സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹ. ഇതിലെവിടെ ലീഡേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ നേരം, അപ്പോഴേക്കും പിടിച്ച് ജയിലിൽ ഇടുന്നില്ല ഓരോരുത്തരെ. ഗാന്ധി സബർമതിന്ന് ദണ്ഡിയിലോട്ട് പോയി, ഗാന്ധിയെ പിടിച്ച് ജയിലിലിട്ടു, നെഹ്റുവിനെ പിടിച്ച് ജയിലിലിട്ടു, സരോജിനി നായിഡിനെ പിടിച്ച് ജയിലിലിട്ടു, എല്ലാരും കേളപ്പൻ നടത്തി കേളപ്പനെ പിടിച്ച് കിട്ടും. അപ്പൊ അതിന് പിന്നെ അവർക്ക് കേരളത്തിലോട്ട് വരാൻ നേരമില്ല. ഗുരുവായൂർ സത്യാഗ്രഹ, ഇത് നാഷണൽ ലെവൽ മൂവ്മെന്റ് ആണോ? അല്ല, അത് ഒഴിവാക്കാം. വൈക്കം സത്യാഗ്രഹ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ത്? സംതിങ് വെരി നാഷണൽ. അതിൽ ഇ വി രാമസ്വാമി നായ്ക്കരെ പോലുള്ള ആൾക്കാർ വന്നിട്ട് സമരത്തിന്റെ മുൻപന്തിയിൽ ഏൽക്കുകയും വൈക്കം ഹീറോ എന്ന പേരിലുള്ള സ്ഥാനം വരെ തന്തൈ പെരിയാർ എന്ന് പറയുന്ന ഇ വി രാമസ്വാമി നായ്ക്കർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം കേട്ടോ. ഒന്ന് എലിമിനേഷൻ പറഞ്ഞു, മറ്റൊന്ന് ഈ ടോപ്പിക്കിനെ ഇൻഡെപ്തും പറഞ്ഞു. ഹോപ്പ് ദ ഡിസ്കഷൻ ഇസ് ക്ലിയർ. ഇങ്ങനെയൊക്കെ ആലോചിക്കുക ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത്. എന്നാ എവിടെയൊക്കെ ആൻസേഴ്സ് കുറച്ചിങ്ങനെ ശരിയായി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരാം, ജോലി ഉറപ്പിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ കേരള? 4 ഓപ്ഷൻ ഉണ്ടെന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്തേ.
ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? പി കെ ചാത്തൻ മാസ്റ്റർ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ടേ നിങ്ങൾക്ക് പഴയ ഗവൺമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗവൺമെന്റ്, ഒന്നാമത്തെ EMS ഗവൺമെന്റ്, EMS ഉണ്ട്, അച്യുതമേനോൻ ഉണ്ട്. പുള്ളിക്കാരൻ അന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. പിന്നീട് നിങ്ങൾക്കറിയാം 1970കളുടെ സമയത്ത് CPIയുടെ പ്രധാനപ്പെട്ട ലീഡറായിട്ട് മാറുന്നത് ഇദ്ദേഹമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. AR മേനോനുണ്ട്, VR കൃഷ്ണ അയ്യരുണ്ട്, KR ഗൗരിയമ്മയുണ്ട്, TM അജീത്, ജോസഫ് മുണ്ടശ്ശേരി, TV തോമസ്, KC ജോർജ്, PK ചാത്തൻ മാസ്റ്റർ, KP ഗോപാലൻ. അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിസ്ട്രി അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഡിപ്പാർട്ട്മെന്റ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞിരുന്നോ? പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാ. അതിലെ VR കൃഷ്ണയ്യരും AR മേനോനും ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ചിട്ട് സ്ഥാനം ലഭിച്ച ആൾക്കാരാ. AR മേനോൻ ഡോക്ടർ AR മേനോനാണ്. അപ്പൊ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആണ്, പഠിച്ചു വെക്കുക. കൃഷ്ണയ്യര് മിനിസ്റ്റർ ഫോർ ഇറിഗേഷൻ, പ്രസിഡന്റ്, ലോ ആൻഡ് ഇലക്ട്രിസിറ്റി ആണെന്നുള്ളതും പഠിച്ചു വെക്കുക. പിന്നെ PK ചാത്തൻ മാസ്റ്റർ LSD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ജോസഫ് മുണ്ടശ്ശേരി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ഗൗരിയമ്മ റവന്യൂ ആയിരുന്നു. KP ഗോപാലൻ ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ചോദ്യം ചോദിക്കാമെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ കറണ്ട് ഗവൺമെന്റിന്റെ ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ഞാൻ അതും ആഡ് ചെയ്തിട്ടുണ്ട്. 2021 മാറ്റിയിട്ടുള്ള മിനിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ ഡാറ്റയാണ്. ചീഫ് മിനിസ്റ്റർ ആരാണ്? പിണറായി വിജയൻ, നിങ്ങൾക്കറിയാം. രാജനാണ് റവന്യൂ മിനിസ്റ്റർ ആയിട്ടുള്ളത്. റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ആ. ഈ പേരുകളൊന്നും പത്രത്തിൽ അത്ര പോപ്പുലർ അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. കൃഷ്ണൻകുട്ടിയാണ് ഇലക്ട്രിസിറ്റി. ശശീന്ദ്രനാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കട്ടോ. ഓക്കെ. രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കൈവ്സ്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയം ആർക്കിയോളജി ഒക്കെ. അതുകൊണ്ട് പഠിക്കുക രാമചന്ദ്രൻ ആണെന്നുള്ളത്. KB ഗണേഷ് കുമാർ, നിങ്ങൾക്കറിയാം, റോഡ് ട്രാൻസ്പോർട്ടേഷന്റെ മോട്ടോർ വെഹിക്കിൾ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യം ഗണേഷ് കുമാറിന്റെ അപ്ഡേറ്റ്, KSRTCയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ പോപ്പുലർ ആണ് ഇദ്ദേഹം. അപ്പൊ ആ രീതിയിൽ ഒന്ന് അറിഞ്ഞിരുന്നോ? പിന്നെ അബ്ദുറഹ്മാൻ സ്പോർട്സിന്റെ ആണ്, നിങ്ങൾക്ക് അറിയാം. വഖഫുണ്ട് കേട്ടോ. GR അനിൽ വരുന്നത് ഫുഡ് ആൻഡ് സെൽഫ് സപ്ലൈ ആണ്. ബാലഗോപാലാണ് മിനിസ്റ്റർ ഫോർ ഫിനാൻസ്. ഡോക്ടർ R ബിന്ദു ഹയർ എഡ്യൂക്കേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിഞ്ചുറാണിയാണ് അനിമൽ ഹസ്ബൻഡറി വരുന്നത്. ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വരുന്നത് MB രാജേഷ് ആണ്. മുഹമ്മദ് റിയാസ് നിങ്ങൾക്കറിയാം, പബ്ലിക് വർക്ക് ആൻഡ് ടൂറിസം ആണെന്നുള്ളത് കേട്ടോ. അഗ്രികൾച്ചർ P പ്രസാദ് ആണ്. ഓർ കേളു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ബാക്ക്വേർഡ് ക്ലാസസിന്റെ ആണ്. ലോ മിനിസ്റ്റർ ആണ് രാജീവ്. ശിവൻകുട്ടി ജനറൽ എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ. VN വസവൻ ഓർ വാസവൻ, ഐ ഡോണ്ട് നോ എക്സാക്ട് പ്രൊണൗൺസിയേഷൻ. കോർപ്പറേഷൻ ആണ്, പോർട്സ് ആണ്. നമുക്കെല്ലാം പലപ്പോഴും വരുന്ന പേരുകളല്ല. വീണ ജോർജ് നിങ്ങൾക്കറിയാം, ഹെൽത്ത് ആൻഡ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഫിഷറീസിൽ വരുന്നത് സജി ചെറിയാനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോ, സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത് കേട്ടോ. കാരണം ചിലപ്പോൾ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഓക്കെ. 17ാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. സംഘം സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന മതങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ക്ലൂ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കറക്റ്റ് ലേണിംഗ് പ്രോസസ്സിലോട്ട് കൊണ്ടുപോവാ. ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പെട്ടെന്ന് ആൻസർ ചെയ്യും. ഓപ്ഷൻസ് കുത്തിയാൽ മതി ഏതൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളത്. എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഗോ ഫോർ ഇറ്റ് ഗൈസ്. സംഘം സൊസൈറ്റിയിലുണ്ടായിരുന്ന റിലീജിയൻ എന്താ? ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ബ്രാഹ്മണിസം ഉണ്ട്, ദ്രാവിഡ സിസ്റ്റം ഉണ്ട്, ഇസ്ലാം ഉണ്ട്. ഇസ്ലാം, ജൂതായിസം, ക്രിസ്ത്യാനിറ്റി. ബുദ്ധിസം, ജൈനിസം, ദ്രാവിഡ ബിലീഫ് സിസ്റ്റം. ബ്രാഹ്മണിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൂതായിസം. ഇസ്ലാം വരുന്ന എപ്പോഴാ?
അറേബ്യൻ നാട്ടിൽ മുഹമ്മദ് നബി ജനിക്കുന്നത് തന്നെ 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാം സ്പ്രെഡായി തുടങ്ങുന്നത് 7-ാം നൂറ്റാണ്ട് മുതൽക്കാണ്. അപ്പോൾ അത് സംഘം സൊസൈറ്റിയുടെ ശേഷമുള്ളൊരു കാലഘട്ടമാണ്, മിഡീവൽ ടൈംസിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ. അപ്പൊ ഇസ്ലാം ഒഴിവാക്കുക. ആൻസർ വിൽ ബി സി കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ലോഗൻ വേജ് ഫോർ വർക്ക്. ഇത് നിങ്ങളുടെ ജനറൽ പേപ്പറിലും വരും, ഹിസ്റ്ററിയിലും വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. രണ്ടിലും നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. നമ്മൾ ജനറൽ പേപ്പറിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട റിഫോർമേറ്റീവ് ലീഡേഴ്സ് ഘട്ടം ഘട്ടമായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് മുമ്പേയും നടത്തിയിട്ടുണ്ട്. എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ദ സ്ലോഗൻ വേജ് ഫോർ വർക്ക് എന്നുള്ളത് ഏത് സോഷ്യൽ റിഫോമറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? തൈക്കാട് അയ്യ, അയ്യ വൈകുണ്ഠർ, കുര്യാക്കോസ് ഏലിയാസ്, ചാവറാച്ചൻ, ചട്ടമ്പി സ്വാമികൾ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി അയ്യ വൈകുണ്ഠറാണ്. ഫ്യൂഡലിസത്തിനെതിരെ നിന്നുകൊണ്ട് വേലക്ക് കൂലി നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ്. സ്വാതി തിരുനാളിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളപ്പിശാച്ച് എന്ന് ബ്രിട്ടീഷുകാരെയും തിരുവിതാംകൂറിലെ പിശാച്ചാണ് നിങ്ങളെന്ന് ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി വിളിച്ചു. അത് സ്വാതി തിരുനാളിനെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. സ്വാമി തോപ്പ് എന്ന് പറയുന്ന ഒരു ആശ്രമം കൊണ്ടുവരുന്നുണ്ട്. മുന്തിരിത്തോപ്പ്, മുന്തിരിക്കിണർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അയ്യ വഴി, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 19ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കല്ലിശ്ശേരി കഥകളി യോഗം എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? പെട്ടെന്ന് ആൻസർ ചെയ്ത്. കല്ലിശ്ശേരി കഥകളി യോഗം. ഉത്തരം എന്താ വരുന്നത്? ഓപ്ഷൻസിൽ അയ്യ വൈകുണ്ഠൻ ഉണ്ട്, അയ്യങ്കാളി ഉണ്ട്, ഡോക്ടർ പൽപ്പുണ്ട്. ഉത്തരം വരുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിനാണ് നമ്മൾ പറയാറുള്ള പല സമരങ്ങളും വരുന്നത്. മുക്കുത്തി, ചന്തലഹള തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കണം. കേരളത്തിലുണ്ടായിരുന്ന ആദ്യകാല കർഷക സമരങ്ങളിലൊന്നും ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാ. എന്നാൽ അയ്യങ്കാളിയുടെ സമയത്താണ് അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിവോൾട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ. 20ാമത്തതും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ലൈവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ്. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് സ്ലൈവറി അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പെട്ടെന്ന് ആൻസർ ചെയ്യൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരുടെ കാലഘട്ടത്തിലാണെന്നുള്ള. സ്ലൈവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ശ്രീ മൂലം തിരുനാൾ, വിശാഖം തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മിബായി, റാണി ഗൗരി പാർവതിബായി. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മിസ്സാക്കരുത്. 1812 ഈ സംഭവം നടക്കുന്നത്. ഉത്തരം വരുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് കേട്ടോ. ഡിസ്കഷൻ കഴിയുന്നില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ശ്രീ മൂലം തിരുനാൾ എന്ന് പറയുന്നവരുടെ കാലഘട്ടത്തിലാണ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും പിന്നീട് 1904 ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്ന ബോഡിയൊക്കെ വരുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. വിശാഖം തിരുനാൾ കപ്പ രാജാവാണ്, കപ്പ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത രാജാവാണ്. റാണി ഗൗരി ലക്ഷ്മിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ലൈവറി അബോളിഷ്മെന്റ് എന്നുള്ളത്. മറ്റൊന്ന്, ദേവസ്വത്തിന് മുകളിൽ ഡയറക്റ്റ് കൺട്രോൾ കൊണ്ടുവന്നു, അലോപ്പതി ഒരുപാട് മെഡിസിൻസ് കൊണ്ടുവന്നു തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത് ഒരുപാട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കാസ്റ്റ് പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഓർണമെന്റ്സ് ധരിക്കാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. അതുപോലെ ലോവർ കാസ്റ്റ് പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് ഓർണമെന്റ്സ് കേട്ടോ, ആൾക്കാർക്ക് അവർക്ക് അവരുടെ വീട് മേൽക്കൂര വെക്കാനുള്ള റൂഫ്ഡ് ടൈൽസ്, ഒരു ടൈൽഡ് റൂഫ് സോറി മേൽക്കൂര വെക്കാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. ജാതീയ വ്യവസ്ഥയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അനുവദനീയമായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ സമ്മതങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആരുടെ കാലഘട്ടത്തില്? റാണി ഗൗരി പാർവതിബായി. അതുപോലെ റാണി ഗൗരി പാർവതിയുടെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ CMS കോളേജിന് 20,000 രൂപ കൊടുക്കുന്നതും കേരളത്തിലെ CMS കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. വിദ്യാഭ്യാസത്തില് എഡ്യൂക്കേഷനിൽ സ്റ്റേറ്റ് ഡയറക്റ്റ് ഇന്റർവ്യൂൻ ചെയ്യുന്നത്, ഡയറക്റ്റ്
ഇടപെടാൻ തുടങ്ങുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടത്തിലൊക്കെയാണ്. ആ രീതിയിൽ ടോപ്പിക്സ് കുറച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനും ശ്രമിക്കുക. സംതിങ് ഇമ്പോർട്ടന്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനലി ഇങ്ങനത്തെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പരീക്ഷയ്ക്ക്. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് വളരെ കൂളായിട്ട് അപ്രോച്ച് ചെയ്യാം. റൗണ്ട് 1 റൗണ്ട് 2 ഒക്കെ എടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് എത്രമാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു മെന്റർഷിപ്പ് സെഷൻ എക്സാമിന്റെ മുമ്പ് എന്തായാലും വെക്കും. ഓക്കെ. ഈ വരുന്ന സാറ്റർഡേ സൺഡേ ആയിട്ട് നമുക്ക് വെക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ ആൻസർ ചെയ്യണം, അപ്രോച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഓപ്ഷൻസിലോട്ട് നോക്കിയിട്ട് നിങ്ങൾ ലോജിക്കലി ഓപ്ഷൻസിനെ കണ്ടെത്തിയിട്ട് ബെസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമമാണ് വേണ്ടത്. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട. മേക്ക് ഷുവർ ദാറ്റ് ഇത് മാക്സിമം നല്ലൊരു റിവിഷൻ ആക്കിയിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് മാക്സിമം നിങ്ങൾ പഠനത്തെ കോൺഫിഡൻറ്റോട് കൂടെ തന്നെ അപ്രോച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഇനി പറഞ്ഞ പോലെ ഈ നോട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാമിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ ഒരു നെറ്റിന്റെ ഒരു ടെലിഗ്രാം ചാനൽ കാണാൻ പറ്റും. അവിടെ ഞാൻ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്തിട്ടേക്കാം. നിങ്ങൾ അവിടുന്ന് മാക്സിമം എന്ത് ചെയ്യുക, ഈ ഇൻഫർമേഷൻ എഴുതിയെടുക്കാനുള്ളതോ അല്ലെങ്കിൽ നോക്കാനുള്ളതൊക്കെ പെട്ടെന്ന് അവിടുന്ന് കളക്ട് ചെയ്തെടുക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഗൈസ് ഫോർ ദിസ് സെഷൻ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. 1.5 മണിക്കൂർ നമ്മൾ സമയം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് പ്ലസ് അതർ ക്വസ്റ്റ്യൻസ്, അതർ ഡിസ്കഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. ഓൾ ദ ബെസ്റ്റ്. HSTയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഫൈനൽ ലാപ്പ് ആയിരുന്നു, ഫൈനൽ റിവിഷൻ ആണ്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ആൾക്കാർ നിങ്ങളുടെ മാർക്ക് എത്ര ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക, എത്ര ഉണ്ടെന്നുള്ളത്. ആസ് വെൽ ആസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് ആക്കിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ബാക്കിയുള്ളവർ കൂടെ കിട്ടിക്കോട്ടെ. ശരി എന്നാൽ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.